ഒരു സമയത്ത് വീടുകൾ ഇനി നമുക്ക് ആവശ്യമില്ല, ഫ്ലാറ്റുകൾ മതി എന്ന് പറഞ്ഞൊരു തലമുറയിൽ നിന്നും ഒരു മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ഫ്ലാറ്റിനാണോ വീടിനാണോ ആവശ്യക്കാർ കൂടുതൽ? ഇപ്പോൾ ഞാനൊരു ഫ്ലാറ്റ് വാങ്ങുന്ന സമയത്ത് എന്നോട് എല്ലാവരും പറഞ്ഞു, വാങ്ങരുത്, ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്ന്. ശരിക്കും ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു വീട് വാങ്ങണ്ട എന്ന് ഒരുപാട് പേര് ഉപദേശിക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരാൾക്ക് താമസിക്കാൻ, ഒരു അപ്പനമ്മ 2 പേരുള്ളൊരു ഫാമിലി, അവർക്ക് താമസിക്കാൻ ഒരു വീട് വെക്കാൻ ശരിക്കും എത്ര സെൻറ്റ് ഉണ്ടെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടൊരു വീട് വെച്ച് താമസിക്കാം? ചിലർ പറയണം വീട് എന്തായാലും വാങ്ങണം, ചിലർ പറയും വീടൊന്നും വാങ്ങേണ്ട കാര്യമില്ല, ഫ്ലാറ്റ് വാങ്ങണം, ചിലർ പറയും ഫ്ലാറ്റ് വാങ്ങരുത്, വീട് വാങ്ങരുത്, വാടകയ്ക്ക് മരിക്കണ വരെ ജീവിക്കുക, അതാണ് ഏറ്റവും നല്ലതെന്ന്. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ബിൽഡർ വണ്ണിൻ്റെ MD ആയിട്ടുള്ള സിറാജാണ്. അദ്ദേഹം ഒരു റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആളാണ്, വീടുകൾ വിൽക്കുന്ന ആളാണ്, വാങ്ങുന്ന ആളാണ്, അതുപോലെ കൊമേഴ്ഷ്യൽ സ്പേസസ് സ്വന്തമായിട്ട് പണിത് വിൽക്കുന്ന ആളാണ്. അങ്ങനെ റിയൽ എസ്റ്റേറ്റിൻ്റെ എല്ലാ വഴികളിലൂടെയും സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തോടാണ് ഞാൻ എൻ്റെ സംശയങ്ങൾ ചോദിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാനൊരു ഫ്ലാറ്റ് വാങ്ങുന്ന സമയത്ത് എന്നോട് എല്ലാവരും പറഞ്ഞു, വാങ്ങരുത്, ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്ന്. ശരിക്കും ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു വീട് വാങ്ങണ്ട എന്ന് ഒരുപാട് പേര് ഉപദേശിക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരിക്കലും നമ്മൾ അങ്ങനൊരു അതിനൊരു അർത്ഥം കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മളെ പ്രത്യേകിച്ച് നമ്മളെ മലയാളികളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അവരുടെ ഒരു മനോഭാവം, സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത് അവരുടെ ഒരു സ്വപ്നമാണ്, ഡ്രീമാണ്. പിന്നെ വീടില്ലാതെ വാടകയ്ക്ക്, ഞങ്ങളൊക്കെ നാട്ടിൽ സ്വതവേ ഒരു വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണത്. അവർക്കൊരു നെഗറ്റീവായിട്ടാണ്. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഇന്നലെ എന്നോടൊരു സ്ത്രീ, ഒരു കാലിക്കറ്റിലുള്ളത്, അവർ 16 വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുക. അവരുടെ മോൾക്ക് 18 വയസ്സായിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഓരോ മാരേജുകളും കല്യാണങ്ങളും മുടങ്ങാണ്. എന്തിൻ്റെ പേരിൽ? സ്വന്തമായിട്ടൊരു വീടില്ല. അപ്പോൾ ആ ഒരു നമ്മളെ ആംഗിളിൽ നോക്കുമ്പോൾ വീട് നമുക്ക് നിർബന്ധമായിട്ടുള്ളൊരു ഘടകമായിട്ട് മാറുകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളൊരു ഒപ്പീനിയൻ അങ്ങനെയാണ്. നമ്മളെ ഭാഗത്തൊക്കെ ഫസ്റ്റ് അവർ വീടാണ് ഉണ്ടാക്കുക. ഇപ്പോൾ അവർ പ്രവാസ ജീവിതത്തിലോ ഗൾഫിലോ വിദേശത്തൊക്കെ പോയാലും ആദ്യം അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലൊരു വീട്. അത് ചില ആളുകളെ കാണിക്കാനാവും, പക്ഷെ അതൊരു സ്വപ്നം തന്നെയാണ്. നമ്മളൊരു വീട് എന്നുള്ളത് ഏതൊരാൾക്കും സ്വപ്നമാണ്. പിന്നെ അതിൽ ഈ ഫിനാൻസ് പരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ചില ആളുകൾ നമ്മൾ വാടക അതിന് ആ ഇൻവെസ്റ്റ്മെൻറ്റോട്ട് വേറെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്യുക. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് അത് തെറ്റാന്നാണ്. കാരണം ഞാൻ വീട് മേടിച്ചപ്പോൾ എനിക്ക് ഞാൻ വീട് മേടിക്കണ ഒരു 40 സെൻറ്റ് സ്ഥലവും ഒരു പഴയ ഒരു 1500-2000 സ്ക്വയർ ഫീറ്റുള്ള വീടാണ്. അന്ന് അത് അവർ 1 കോടി രൂപയൊക്കെയാണ് പറഞ്ഞിരുന്നത് വില. അവർ നിശ്ചയിച്ചിരുന്നത് അതിന് ഒരു CK നായർ എന്ന് പറഞ്ഞിട്ട് പാലക്കാടുള്ള, അവർ പാലക്കാട്ടോക്ക് ചേഞ്ച് ചെയ്യുക, അവരുടെ മക്കളൊക്കെ പാടെ അവിടെ വില്ലെടുത്ത് അങ്ങോട്ട് ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോഴാണ് എൻ്റെ അടുത്ത് വരുന്നത്. ആ സമയത്ത് അവർക്ക് വൈറ്റ് മണി ആവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് പറയണത്. അത് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ വൈറ്റ് മണി വേണമെന്ന് പറയുമ്പോൾ നമ്മളവിടെ പെട്ടെന്ന് ആളുകൾക്ക് വൈറ്റ് മണി ആർക്കും കൊടുക്കാറില്ല. ഞാനാണെങ്കിൽ ഒരു ഹൗസിംഗ് ലോൺ അപ്രൂവൽ ആക്കിയിട്ടിട്ടുണ്ട്. ആ സമയത്ത് ഞാനത് മേടിച്ചു. ഇപ്പോൾ നമ്മളത് വാടകക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ ഒരു 3 CR ചിലപ്പോൾ അവിടെ വില മതിക്കും. അപ്പോൾ ഇതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വീടെന്ന് പറഞ്ഞാൽ, ഓരോ മാസത്തും അല്ലെങ്കിൽ ഓരോ വർഷത്തിലും ഒരു 10% വെച്ചിട്ട് എന്ത് ചെയ്യും, ഇത് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ നമ്മളെ ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുമ്പോൾ കുട്ടികളോട് ചോദിക്കലുണ്ട്, റിയൽ എസ്റ്റേറ്റിലേക്ക് നമ്മൾ ഓഫീസിലേക്കൊക്കെ വരുമ്പോൾ എന്തെങ്കിലും അറിയുമോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്, എന്താ റിയൽ എസ്റ്റേറ്റിനെ പറ്റി നിങ്ങൾക്ക് അഭിപ്രായം, നിങ്ങൾക്ക് പറയാനുള്ളതെന്നൊക്കെ ചോദിക്കുമ്പോൾ ചില ആളുകളൊന്നും ഇതിനെ പറ്റിയിട്ട് അവർ പഠിക്കാത്ത ആളുകളുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ എല്ലാ സംഭവങ്ങളും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് മീൻസ് ഗോൾഡ് എടുക്കുക. ഗോൾഡ് എന്ത് ചെയ്യാണ്, ഇപ്പോഴും മൈനിങ് ചെയ്ത് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് സംഭവം. എന്തും വേണമെങ്കിൽ സംഭവിക്കും. ഒരു പ്രതീക്ഷിക്കാത്തൊരു ഗോൾഡ്
ഇതേവരെ സംഭവിച്ചിട്ടില്ല. പക്ഷേ വന്നാൽ ഗോൾഡ് എന്ത് ചെയ്യും? ഇടിയും. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ പറയുമ്പോൾ ഒരു 10 സെൻറ്റ് സ്ഥലമുള്ള, അപ്പോൾ ഞാൻ അവരോട് ചോദിക്കലുണ്ട് ഇങ്ങനെ, നിങ്ങളെ വീട്ടിൽ എത്ര സെൻറ്റ് സ്ഥലമുണ്ട്? 10 സെൻറ്റ് സ്ഥലം. ഈ 10 സെൻറ്റ് സ്ഥലം എന്തെങ്കിലും 15 സെൻറ്റ് ആവുമോ? അതൊരിക്കലും ഇല്ലല്ലോ. ഈ 10 സെൻറ്റിൽ തന്നെ നിൽക്കുള്ളൂ. ഇത് ഒരിക്കലും എന്ത് ചെയ്യണില്ല, വികസിക്കണില്ല. അതുകൊണ്ട് നമുക്ക് ആരെന്ത് പറഞ്ഞാലും, എത്ര ഇതിൽ ഗവേഷണം ചെയ്ത ആളുകൾ പറഞ്ഞാലും ഭൂമിയുടെ വില ഉയർന്നുകൊണ്ടേയിരിക്കുള്ളൂ. കാരണം ഭൂമി എന്ത് ചെയ്യണില്ല, നമുക്ക് വികസിപ്പിക്കാൻ കഴിയില്ല. അത് ദൈവം ഉണ്ടാക്കിയ രൂപം തന്നെ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്യാന്നല്ലാതെ ഭൂമിനെ നമുക്ക് 10 സെൻറ്റ് ഇല്ലെങ്കിൽ 1 സെൻറ്റുള്ള ഭൂമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വികസിപ്പിച്ചിട്ട് 2 സെൻറ്റ് ആക്കാൻ പറ്റില്ല. അതാണല്ലോ നമ്മൾ ചില കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളൊക്കെ കൂടുതൽ ഫ്ലോറിലേക്കും കൂടുതൽ പാർക്കിങ്ങിലേക്കും ഒക്കെ താഴോട്ടെടുത്തിട്ടും ഇങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ അത് വികസിപ്പിക്കുക എന്നുള്ള ഒരു ശാസ്ത്രീയമായിട്ടൊന്നും ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് എൻ്റേതായ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ വീട് വേണം. വീടും സ്ഥലവും അതൊരു നിർബന്ധമായൊരു വിഷയമാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ പാലക്കാടിൻ്റെ തലങ്ങും വിലങ്ങും താങ്കൾ റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങൾ നടത്തുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ ഒരു വീട് വെക്കാൻ നേരത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു എനിക്കൊരു വീട് വേണം, അതിനൊരു സ്ഥലം വേണമെന്നും പറഞ്ഞ് വരുന്ന ആളുകൾ പറയുന്ന ഡിമാൻഡ്സ് എന്തൊക്കെയാണ്? ആളുകൾ എന്തൊക്കെയാണ് നോക്കണേ? അത് പ്രത്യേകം ആളുകൾ നോക്കുന്നത് അവരുടെ റിലേഷനിലുള്ള, ഇപ്പോൾ നമ്മളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മളുടെ ബന്ധുക്കൾ ഇവരടുത്ത് തന്നെ ഭൂമി മേടിക്കുക. അപ്പോൾ അതിന് അവർ മോഹവില കൊടുത്തിട്ടും മേടിക്കും. ഇപ്പോൾ നമ്മളോട് അങ്ങനെയൊക്കെ ആ ഭാഗത്ത് ചിലപ്പോൾ ഭയങ്കരമായിട്ട് എന്താവും, ലാൻഡ് അവൈലബിലിറ്റി ഉണ്ടാവില്ല. അവിടെയാണ് ഈ മോഹവിലയൊക്കെ കൊടുത്ത് ആളുകൾ നന്നായിട്ട് മേടിക്കും. പക്ഷേ ആ കൾച്ചറിൽ നിന്ന് ഒരു ചെറിയ മാറ്റം ഇപ്പോൾ സാധാരണ നമ്മൾ മതപരമായിട്ട് പറയില്ല, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ അവരുടെ അടുത്താണ് അവരെന്ത് ചെയ്യുള്ളൂ അത് അവരുടെ ഒരു ഇതാണ്. പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം ഇപ്പോൾ വില്ലകളിലേക്കായിട്ടും ഒന്നുകൂടി കമ്മ്യൂണിറ്റി വില്ലകൾ, അല്ലെങ്കിൽ എത്രത്തോളം അവരുടെ മക്കൾക്കും അവർക്കൊക്കെ നല്ലൊരു അവർക്ക് സുരക്ഷിതമായ ഇടം, സേഫ്റ്റിയാണല്ലോ ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ അങ്ങനത്തേതിനൊക്കെ ആളുകൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ പുതുതായിട്ട് നമുക്ക് മനസ്സിലാവുന്ന വിഷയങ്ങൾ. ഇപ്പോൾ ഫ്ലാറ്റിനാണോ വീടിനാണോ പാലക്കാട്, നിങ്ങളിപ്പം റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നതുകൊണ്ട് അറിയാലോ, ഏതിനാണ് ആവശ്യക്കാർ കൂടുതൽ? കാരണം ഒരു സമയത്ത് വീടുകൾ ഇനി നമുക്ക് ആവശ്യമില്ല, ഫ്ലാറ്റുകൾ മതി എന്ന് പറഞ്ഞൊരു തലമുറയിൽ നിന്നും ഒരു മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ഫ്ലാറ്റിനാണോ വീടിനാണോ ആവശ്യക്കാർ കൂടുതൽ? ഇത് രണ്ടും, ഫ്ലാറ്റാണെങ്കിലും വീടാണെങ്കിലും, ഫ്ലാറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ ആ ടൗണുമായിട്ട് ബേസ് ചെയ്തിട്ട് അവർക്ക് പെട്ടെന്ന് വരാനും പോവാനും ഉള്ള ഒരു രൂപത്തിലുള്ള ഫ്ലാറ്റ് ചൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ വീട് എന്നുള്ള, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളോട് അനുബന്ധിച്ചിട്ട് കിട്ടുക എന്നുള്ള രൂപത്തിൽ. പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ വീടുള്ള ആളുകൾ തന്നെ മുന്നേ ഫ്ലാറ്റിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യലും, നമുക്കൊരു വേറൊരു ഫ്ലാറ്റ് ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ കാലിക്കറ്റിലൊരു ഫ്ലാറ്റ്, അല്ലെങ്കിൽ നമുക്ക് എറണാകുളത്തൊരു ഫ്ലാറ്റ്, കൊച്ചിയിലൊരു ഫ്ലാറ്റ്, ഇങ്ങനെയൊക്കെ ഒരു രൂപത്തിൽ ഫ്ലാറ്റിലോട്ട് വന്നിരുന്നു. ഇപ്പോൾ അത് നേരെ ഫ്ലാറ്റുള്ള ആളുകൾ, ഇപ്പം അടുത്ത് വന്ന ആളുകൾ വീക്കെൻഡ് വില്ല, അവർക്കും അവരുടെ മക്കൾക്കൊക്കെ ഫ്ലാറ്റുള്ള ആളുകൾക്ക് തന്നെ ഒരു വീക്കെൻഡ് വില്ല എന്നൊരു കോൺസെപ്റ്റിലേക്കാക്കുക. വീക്കെൻഡിൽ അവർക്ക് വന്ന് നിൽക്കുക, അല്ലാത്ത സമയത്ത് ഇത് പുറത്ത് റെൻറ്റിന് കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് ഒറ്റപ്പാലത്ത് അത് സ്റ്റഡി ചെയ്തപ്പോൾ ഒരു വീക്കെൻഡ് വില്ല, ഒരു 5 സെൻറ്റിൽ ഒരു ഹട്ട്, ഒരു 25 ലക്ഷം രൂപക്ക് സ്ഥലവും വീടും കൂടി, ഒരു 2 ബെഡ്റൂമൊക്കെ ഉള്ള ഒരു ഹട്ട്, അത് മൾട്ടി പർപ്പസായിട്ട് ഉപയോഗിക്കാൻ പറ്റണ രൂപത്തിൽ. എന്താ വെച്ചാൽ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം, അല്ലാത്ത ടൈമിലൊരു റിസോർട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഹട്ടൊക്കെ ഉണ്ട്, അത് ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ട് അങ്ങനെ. അപ്പോൾ അത് ഞങ്ങളൊരു പരസ്യം ചെയ്തപ്പോൾ കൂടുതൽ ആളുകൾക്ക് അപ്പോൾ ഞങ്ങൾ എടുത്ത സ്ഥലം അവിടെ ഒരു അനങ്ങമല എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് പേരുള്ള. അപ്പോൾ അവിടെ അതിൻ്റെ താഴ്വാരത്താണ് ഒരു 10 ഏക്കർ സ്ഥലം, ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് ആളുകൾക്ക് കൂടുതൽ താല്പര്യമുണ്ട്. അപ്പോൾ അതിൽ വേറെയും വേറെയുള്ളവർക്ക് വരാം, അവിടെ താമസിക്കാം, ബാക്കി ദിവസങ്ങളിൽ Airbnb പോലൊക്കെ കൊടുക്കാം. അത് ഞങ്ങൾക്ക് തന്നെ ഈ ഹോസ്പിറ്റാലിറ്റി ഉണ്ട്.
ഞങ്ങളൊരു 10-15 വർഷമായിട്ട് ഞങ്ങൾ പാലക്കാടൊക്കെ മായോ സൂട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട് ഞങ്ങൾക്ക്. അതിൽ പാലക്കാട് ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഒറ്റ പ്രോപ്പർട്ടിയിൽ കൂടുതൽ റൂമുള്ളത്. ടൗണുമാണ്, പാർക്കിങ്ങും ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള. അത് ഞങ്ങളത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ ഈ ബാറുകളൊന്നും ഇല്ലാത്ത, ഞങ്ങൾ അങ്ങനത്തെ ഒരു ലെവലിലാണ് ചിന്തിക്കുന്നത്. ബാറുകൾ ഒഴിവാക്കിയിട്ടുള്ള 3 സ്റ്റാർ ഫെസിലിറ്റീസിലുള്ള റൂംസുകൾ കൊടുക്കുക. അതിൽ ബാർ ഉണ്ടാവില്ല, ഹോട്ടലും ഇല്ല, ഫുഡില്ല. പക്ഷേ ഫുഡ് ഞങ്ങൾ എന്ത് ചെയ്യും, അറേഞ്ച് ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇതില്ലാതെ ഇങ്ങനെ ആയിട്ട് ഉപയോഗിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ തന്നെ ഇങ്ങോട്ട് റെൻറ്റിനെടുത്തിട്ട് അതെന്ത് ചെയ്യും, അവർക്ക് ഒരു റെൻ്റൽ ഇൻകവുമായിട്ട് തിരിച്ച് റീഫണ്ട് കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റ്. അപ്പോൾ 25 ലക്ഷം രൂപയാണ് ഞങ്ങളതിന് റേറ്റ് ഇട്ടത്. ആ 25 ലക്ഷം രൂപയ്ക്ക് ഒരാൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു മാസം ഒരു 20,000 രൂപയൊക്കെ നമ്മളെന്ത് ചെയ്യും, തിരിച്ച് അങ്ങോട്ട് തന്നെ കൊടുക്കും. ഈ പ്രോപ്പർട്ടി അവരുടെ പേരിൽ രജിസ്ട്രേഷനും ചെയ്ത് കൊടുക്കും. അവർക്ക് കൊടുത്ത് റിട്ടേൺ നമ്മളെ കമ്പനിക്ക് വേണമെങ്കിൽ തരാം, അല്ലെങ്കിൽ അവർക്ക് തന്നെ എന്ത് ചെയ്യുക, അത് ഉപയോഗിക്കുക. അവർക്കും അവരുടെ സുഹൃത്തുക്കൾ നിർബന്ധമല്ല നമ്മളെ കമ്പനിക്ക് തന്നെ തരണമെന്ന് ഒരു നിർബന്ധമല്ല. അവർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഞങ്ങളെ തന്നെ തിരിച്ചേൽപ്പിച്ച് ഞങ്ങൾ എന്ത് ചെയ്യും, ഒരു റെൻ്റൽ എഗ്രിമെൻറ്റ് വെച്ച് അവർക്ക് റിട്ടേൺസ് കൊടുക്കുന്ന പ്രൊജക്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതായത് ഒരു റിസ്ക്കും ഇല്ലാത്തൊരു പ്രൊജക്റ്റ്. അതായത് ഇപ്പം ഞാൻ എൻ്റെ 25 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ എനിക്ക് വേറെ ഒന്നിനും സമയമില്ലെങ്കിൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചാൽ ഞാൻ അങ്ങോട്ട് എനിക്ക് അടയ്ക്കാനുള്ള EMI വേറെ വഴികളിലൂടെ എൻ്റെ അടുത്തോട്ട് വരും. എനിക്ക് എപ്പോൾ വേണമെങ്കിൽ വന്ന് താമസിക്കുകയും ചെയ്യാം. അതുമാത്രമല്ല, ഇതിൻ്റെ മറ്റേ ഗ്രോത്ത് കൂടിക്കൊണ്ടിരിക്കും. ഈ 5 സെൻറ്റ് സ്ഥലത്തിന് അവിടെ ഒരു 10 ഏക്കറിലുള്ള പ്രൊജക്റ്റ് വരുമ്പോൾ ഒരിക്കലും ഒരു 2-3-4 വർഷം കഴിയുമ്പോഴത്തേന് ഇത് 50 ലക്ഷം ആവും. അങ്ങനെ ഒരു ബെനിഫിറ്റും ഉണ്ട്, റിട്ടേൺസും കിട്ടും. ഇപ്പോൾ വർഷങ്ങളായിട്ട് റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ഒരാളാണ്, വീടുകൾ വിൽക്കുന്ന ഒരാളാണ്. ഒരാൾക്ക് താമസിക്കാൻ ഒരു അപ്പൻ അമ്മ 2 പേരുള്ളൊരു ഫാമിലി, അവർക്ക് താമസിക്കാൻ ഒരു വീട് വെക്കാൻ ശരിക്കും എത്ര സെൻറ്റ് ഉണ്ടെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടൊരു വീട് വെച്ച് താമസിക്കാം? ഞങ്ങൾ ഇപ്പം നിലവിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വേറെ പ്രൊജക്റ്റ് ഉണ്ട്. അത് 5 സെൻറ്റ് സ്ഥലവും 850 സ്ക്വയർ ഫീറ്റ് വീടും. അങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഞങ്ങളതിന് പേരിട്ടിരിക്കുന്ന 100 വീട് പദ്ധതി എന്നുള്ള ഒരു ആശയത്തിൽ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ പെട്ടെന്ന് ഇത് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമാണ്. അപ്പോൾ അവർ ഒരു 850 സ്ക്വയർ ഫീറ്റ് 5 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യം കംഫർട്ടായിട്ട് അതിൽ താമസിക്കാൻ പറ്റും. അപ്പോൾ 850 സ്ക്വയർ ഫീറ്റ് മതി. ഒരു 2 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു ലിവിങ്ങും ഒരു ചെറിയൊരു സിറ്റ് ഔട്ടും, പിന്നെ അതിൻ്റെ തൊട്ട് അവർക്കുള്ള ഒരു ഇതിൽ നമ്മളത്ര അങ്ങനെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ 5 സെൻറ്റ് സ്ഥലം എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് ആളുകൾ മാറിയിട്ടുണ്ട്. വലിയൊരു ആർക്കും ഉപയോഗിക്കാൻ പറ്റണ. അത് കഴിഞ്ഞാൽ പിന്നെ 7.5 സെൻറ്റ് സ്ഥലം ഒരു 1200 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂമാവും. പിന്നെ നമ്മളൊരു 10 സെൻറ്റ് സ്ഥലം ഒരു 1500 സ്ക്വയർ ഫീറ്റ്. ഇങ്ങനെ 3 സ്കീമുകൾ ഞങ്ങളെ കയ്യിലുണ്ട്. നിങ്ങൾ ഓൾറെഡി അങ്ങനെ ചെയ്യുന്നുണ്ട്, ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ 10 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്കൊരു 4 ബെഡ്റൂം വെച്ച് കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാം. ഓക്കെ. ഇനി നമ്മളിപ്പം ലാൻഡ് മേടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിൽക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം വിൽപ്പനയുടെ കാര്യം പറയാം. ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി ഒരു 50 സെൻറ്റ് സ്ഥലം മനസ്സിൽ കാണണം, ഒരു റെക്റ്റാങ്കിൾ ആയിട്ടുള്ള 50 സെൻറ്റ് സ്ഥലം. ഈ 50 സെൻറ്റ് സ്ഥലത്തിന് ഒറ്റയടിക്ക് വിൽക്കുവാണോ അതോ അവനെ പ്ലോട്ടായിട്ട് തിരിച്ച് വിൽക്കുവാണോ അതിൻ്റെ ഓണർക്ക് ലാഭം? ഓണറെ സംബന്ധിച്ചിടത്തോളം രണ്ടും 2 ആംഗിളിലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓണർ റിസ്ക് എടുക്കാനും ഇത് ചിലപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഘടകം എന്താ വെച്ചാൽ 50 സെൻറ്റ് സ്ഥലം ചിലപ്പോൾ ഫ്രണ്ടിൽ ഒരു ഭാഗമാണ്ട് ആദ്യം പെട്ടെന്ന് പോയി, പിന്നെ ബാക്ക് അങ്ങനെ അവിടെ ഡെഡായി കിടക്കുമെന്ന് ഇവർക്ക് പേടിയാണ് ഓണർ സമയം. അപ്പോൾ ഓണർ ആ റിസ്ക് എടുക്കാൻ തയ്യാറാവാതെ എന്ത് ചെയ്യും, ഒന്നിച്ചിട്ട് വിൽക്കാമെന്ന് വിചാരിക്കും. പക്ഷേ അതൊരു ഡീലറെ കയ്യിലേക്ക് വരുമ്പോൾ ഡീലർ അതൊന്ന് വാല്യൂ അഡിഷൻ നടത്തി അതിൻ്റെ ഫ്രണ്ട് മാത്രം ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ മൊത്തം മേടിച്ച വിലക്ക് വിറ്റിട്ട് ഇയാളൊരു ഹാർഡ് അസറ്റാക്കിയിട്ട് അതവിടെ ബാക്കിലത്തെ സ്ഥലം ചിലപ്പോൾ 2 ഫ്ലോട്ട് ഫ്രണ്ട് ഫ്ലോട്ട് ഇതിന് ഒരു ഫ്രണ്ട് ഫ്ലോട്ട്, സെക്കൻഡ് ഫ്ലോട്ട്, തേർഡ് ഫ്ലോട്ട് എന്നൊക്കെ നമ്മളെ ആളുകൾക്കും അറിയാം, സാധാരണക്കാരനും അറിയാം. അപ്പോൾ ആ ഒരു രൂപത്തിൽ മാറും. അപ്പോൾ അധികം ആളുകളും ഈ ലാൻഡ് അവരുടെ പാരമ്പര്യമായിട്ടൊക്കെ കിട്ടിയ ലാൻഡുകൾ അവർ ഒന്നിച്ചിട്ട് വിൽക്കാനാണ്. ഞങ്ങളിപ്പോൾ അടുത്ത് ഒരു 3 ദിവസം മുന്നേ ഒരു പ്രോപ്പർട്ടി
അവിടുത്തെ ഞങ്ങളവിടുത്തെ ഒരു പാലക്കാടിൻ്റെ ഒരു ഭാഗമാണ്, ആ അറ്റത്താണ്. അപ്പോൾ അതൊരു 13 ഏക്കർ സ്ഥലം. ഈ 13 ഏക്കർ സ്ഥലം നമ്മളോട് ബ്രോക്കേഴ്സ് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് ശരിക്കും ഇത് ഒറ്റ പ്ലോട്ടായിട്ട് കിടക്കണമെന്നാണ്. അപ്പോൾ അവിടെ പോയി നോക്കുമ്പോഴാണ് ഒരു 5-6 സ്ഥലമായിട്ടാണ് ഇവരുടെ ഇത് കിടക്കുന്നത്. ഈ 5-6 സ്ഥലം കൂടിയും ഇവർ ഒരുമിച്ചേ കൊടുക്കുകയുള്ളൂ. അത് പണിയല്ലേ? അപ്പോൾ അല്ല, നമ്മളെപ്പോലത്തെ അവർക്ക് വേണമെങ്കിൽ സിംഗിളായിട്ട് വിൽക്കാൻ പറ്റണ പല ഭാഗത്തായിട്ടാണ് ഇത് കിടക്കുന്ന സ്ഥലം. നല്ലതാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരിത് എന്ത് ചെയ്യുള്ളൂ, ഒരുമിച്ച്. അപ്പോൾ ബ്രോക്കേഴ്സ് പറഞ്ഞത്, സാർ അത് എടുക്കുകയാണെങ്കിൽ ഈ സ്ഥലത്തിന് ഇവിടെ വേറെ ആളുണ്ട്, അതിന് വേറെ ആളുണ്ട്, ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ അവർ ഡീല് നടക്കാൻ വേണ്ടി പറയണം. അതൊക്കെ ഇതിൻ്റെ ഇടയിലുള്ളൊരു ബ്രോക്കേഴ്സ് പറയണം. മൊത്തം സംഭവങ്ങളും ഞാൻ ശരിയാണെന്ന് പറയില്ല. ചില ആളുകൾ എന്ത് ചെയ്യും, സത്യസന്ധമായിട്ട് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ നമുക്കും അത് തോന്നി, ഇതിങ്ങനെ മനസ്സിലായി, ഇതിങ്ങനെ. അപ്പോൾ അവരോട് ഡീല് സംസാരിച്ചും കൊണ്ടിരിക്കണൊരു സാഹചര്യം. അപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ടില്ല, ഞാനത് പറഞ്ഞു എന്ന് മാത്രം ചോദിച്ചു. അപ്പോൾ നമുക്ക് നമ്മളുടെ ഒരു ഐഡിയോളജി വെച്ചിട്ടാണ് ഇതൊക്കെ ആളുകൾക്ക് ലാഭം കിട്ടുന്നതും ലാഭം കിട്ടാതിരിക്കുന്നതും ലാൻഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും വിൽക്കുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പെട്ടെന്നൊരു ഇതിലൊന്നും ഈ റിയൽ എസ്റ്റേറ്റിനെ പറ്റിയിട്ട് നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു മേഖലയല്ല റിയൽ എസ്റ്റേറ്റ്. അങ്ങനെയാണെങ്കിൽ ഇതിന് ഞാനൊരു സംശയം ചോദിക്കട്ടെ. 50 സെൻറ്റിൽ തന്നെ നമ്മൾ തിരിച്ചെത്തി, ഇത് പ്ലോട്ടായിട്ട് നമ്മൾ തിരിക്കുന്നു. അപ്പോൾ ഈ പ്ലോട്ടായിട്ട് തിരിക്കാനായിട്ട് മടി പറയുന്നൊരു കാര്യം, ഇതിൽ വഴി ഇടണമല്ലോ. ഇപ്പം നമ്മൾ അതിനൊരു 7 സെൻറ്റ് വെച്ചിട്ട് തിരിച്ചിടുക എന്ന് വിചാരിക്കും. പക്ഷെ അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കൊടുക്കുന്ന വഴി, ആ വഴി നഷ്ടമല്ലേ? ആ സെൻറ്റുകൾ പോവല്ലേ? ഫുള്ളായിട്ട് വെക്കുമ്പോൾ 50 വിൽക്കാം, മറ്റേതാകുമ്പോൾ ഈ 7 വെച്ച് വരുമ്പോൾ അങ്ങനെയല്ലേ പറ്റുള്ളൂ എന്നൊരു ചോദ്യമുണ്ട്. അതെങ്ങനെയാണ് ലാഭകരമാക്കി വിൽക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ്? അതാണ് ഞാൻ മുന്നേ പറഞ്ഞത് തന്നെയാണ് പറയണത്. ഇതിൽ നമ്മൾ വഴി വിടുന്ന സ്ഥലവും അവിടെ ഡെവലപ്മെൻറ്റിന് വരുന്ന കോസ്റ്റൊക്കെ പാടെ ഡീലർ ആഡ് ചെയ്തിട്ട് അവരൊരു പ്രോഫിറ്റും കൂടിയും അതിൽ ആഡ് ചെയ്തിട്ടാണ് വിൽപ്പന നടത്തുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്കറിയാമല്ലോ, നമ്മൾ ഹോൾസെയിലായിട്ട് ഒരു ഉദാഹരണം പറയാം. ഹോൾസെയിലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് റീറ്റെയിലിൽ പോകുമ്പോൾ അതിൻ്റെ വില കൂടുതലാവും. ഇതാണ് ഇതിൽ വളരെ ലോജിക്കലി നമ്മൾ പറയുമ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ അത്രയേ ഉള്ളൂ. നമ്മൾ ഹോൾസെയിലായിട്ട് മേടിക്കണോ റീറ്റെയിലായിട്ട് വിൽക്കണോ? ഇപ്പോൾ ഒരു ബോട്ടിൽ വെള്ളം നമുക്ക് അവിടെ പ്രൊഡക്ഷന് അത് നിർമ്മിക്കുന്ന ആൾക്ക് ആകെ 8 രൂപയാണ് വില. നമ്മൾ മേടിക്കുന്നത് എത്രക്കാണ്? 20 രൂപക്കാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത് ഈ നിർമ്മിക്കുന്ന ആളേക്കാൾ കൂടുതൽ കിട്ടുന്നത് റീറ്റെയിൽ വിൽക്കണ നമ്മൾ പെട്ടിക്കടയിലൊക്കെ വിൽക്കുന്ന ആളുകൾക്കാണ്, അല്ലേ? അപ്പോൾ അതേപോലെ തന്നെയാണ് റിയൽ എസ്റ്റേറ്റും. വളരെ ഇതിന് മനസ്സിലാക്കുകയാണെങ്കിൽ അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ കൂടുതൽ സ്ഥലങ്ങളെടുത്ത് അതിന് അവർ റിസ്ക് എടുത്ത് അത് ഫ്ലോട്ട് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്ത് പിന്നെ ഇപ്പോൾ കുറേ നിയമങ്ങളും പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റീൻ്റെ ഒക്കെ 5 ഫ്ലോട്ട് കഴിഞ്ഞാൽ അതിന് കളിസ്ഥലം വിടാണ്ട്, റോഡ് വിടേണ്ടതിനുള്ള വീതികൾക്കുള്ള ഇതുണ്ട്. 5 മീറ്റർ ആദ്യമൊക്കെ 10 അടി വഴി ഉണ്ട്, ഇപ്പോൾ അതൊന്നും നടക്കില്ല. അപ്പോൾ അതൊക്കെ മാറി, ഇപ്പോൾ അതൊക്കെ ആളുകൾക്കറിയാം. അപ്പോൾ അവരത് മനസ്സിലാക്കിയിട്ടാണ് ഇതൊക്കെ മേടിക്കുന്നത്. 5 മീറ്റർ റോഡാണോ, അത് 6 മീറ്റർ വിടണോ? പ്രോപ്പർട്ടിയുടെ ഈ ഏക്കറങ്ങൾ കൂടണോ അതിനെ അടിസ്ഥാനമാക്കി പല റൂൾസുകൾ എന്താവും അതിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ ഇതിൽ പിടിച്ചെടുക്കണം. അപ്പോൾ ഇത്രയും സൗകര്യത്തോടു കൂടെ റീറ്റെയിലായിട്ട് ഒരാൾ മേടിക്കുമ്പോൾ അയാൾക്ക് ലാഭകരമാണ്. ഇപ്പോൾ ഞാൻ എപ്പോഴും ആളുകളോട് പറയലുണ്ട്, നമ്മൾ റിയൽ എസ്റ്റേറ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മളിപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തൊരു 10 സെൻറ്റ്, ഇപ്പോൾ ഇങ്ങനെ റോഡൊക്കെ ഉള്ളൊരു 10 സെൻറ്റ് മേടിക്കണേക്കായി നല്ലത് ഒരു 10 ഏക്കർ സ്ഥലത്തോ അല്ലെങ്കിൽ 5 ഏക്കറൊക്കെ സ്ഥലത്ത് ഞങ്ങൾ പ്രൊജക്റ്റ് നടക്കണതിൽ മേടിക്കാവും ലാഭം. അതാണ് ഗ്രോത്ത് കൂടി കിട്ടുക. ഇത് മെല്ലെ കയറും, ഇത് പെടുന്നനെ കയറും. ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം, നമ്മൾ മർക്കസ് നോളജ് സിറ്റിയൊക്കെ അവിടെയൊക്കെ ആദ്യം ഉണ്ടായിരുന്ന റേറ്റും ഇപ്പോൾ ഉള്ള റേറ്റും നമ്മളൊന്ന് പഠിച്ചു. ഞാൻ ഒരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞു. അതേപോലെ ഇഷ്ടംപോലെ പ്രൊജക്റ്റുകളുണ്ട്. ഞാൻ എനിക്കറിയുന്നൊരു പ്രൊജക്റ്റ് പറഞ്ഞു, അവിടെ അന്ന് ഫസ്റ്റ് സമയത്തൊക്കെ 1 ലക്ഷം 2 ലക്ഷമൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ 4, 5, 6, 7, 8, 10, 15 ഇങ്ങനെ റേറ്റ് ചെറിയൊരു കാലത്തിൻ്റെ ഉള്ളിൽ കയറി പോവുക. അതിന് വേണ്ടിയിട്ട് നമ്മളെ നാട്ടിൽ ഒരു 10 സെൻറ്റ് മേടിച്ചിരിക്കുകയാണെങ്കിൽ ആ ഒരു ഗ്രോത്ത് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അതെന്താ വെച്ചാൽ ആ പ്രൊജക്റ്റിൽ അവിടെ
ഒരു 10 ഏക്കർ സ്ഥലത്ത് വീടുകളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പെടുന്നനെ കുറേ വീടുകൾ വരുന്നു, ചെറിയ ഷോപ്പുകൾ വരുന്നു, ഇങ്ങനെ അവിടെ വേറെ ആക്ടിവിറ്റീസ് വരുന്നു. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവിടെ റേറ്റ് എന്ത് ചെയ്യും, ഗ്രോത്ത് പെട്ടെന്ന് കൂടും. അതേപോലെ ടൗൺ ബേസായിട്ട് മേടിക്കുന്ന ആളുകൾക്കും ടൗണിൽ മേടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇപ്പോൾ ടൗൺ ഹൈവേ സൈഡുകളിലൊക്കെ പെട്ടെന്ന് മാറും. ഇപ്പം എനിക്ക് തന്നെ ഒരു ഉദാഹരണം പറയാനുണ്ട്. ഞങ്ങൾ ഒരു 10 വർഷം മുന്നേ 1 ഏക്കർ സ്ഥലം മേടിച്ചു. ഞങ്ങളൊരു കമ്പനി ഉണ്ടായിരുന്നു, 6 ആൾ കൂടിയിട്ട് 1 ഏക്കർ സ്ഥലം. എൻ്റെ ഒരു ശരിക്കും പറഞ്ഞൊരു 2ാമത്തെ 3ാമത്തെയൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ആവും അത് റിയൽ എസ്റ്റേറ്റിൽ ആദ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു പട്ടികയിൽ. അപ്പോൾ അത് അന്ന് ഞങ്ങൾക്ക് 50 ലക്ഷം രൂപ ഈ 1 ഏക്കർക്ക് വില വന്ന സ്ഥലമാണ്. അന്ന് ഞങ്ങൾ ചെറുപ്പളശ്ശേരി ഈ മഞ്ചക്കല്ല് എന്നൊക്കെ പറയാം, അവിടെ നിങ്ങൾക്ക് ആ സ്ഥലം ചിലപ്പോൾ പറഞ്ഞാൽ എനിക്കറിയാം. അപ്പോൾ ആ ഭാഗത്തൊക്കെ സ്ഥലത്തിന് 2 ലക്ഷം രൂപയാണ് വില ഉള്ളത്, ഒരു സെൻറ്റിന്. അതെ, 2 ലക്ഷം രൂപ. അപ്പോൾ ഞങ്ങൾ ഈ 50 ലക്ഷം രൂപക്ക് അന്ന് അവിടെ 20 സെൻറ്റ് മേടിച്ചിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ 25 ലക്ഷം രൂപയാണ് ഒരു സെൻറ്റിന് വില. അപ്പോൾ 5 കോടിയായി. പക്ഷെ ഞങ്ങൾ ഈ 50 രൂപക്ക് മേടിച്ച സ്ഥലം ഇപ്പോഴും ഞങ്ങളുടെ കയ്യിൽ ഹോൾഡായിട്ട് നിൽക്കുക. ഞങ്ങൾ നോക്കിയത് നല്ല നിരന്ന സ്ഥലമാണ്, തൊട്ടടുത്ത് ഹൈസ്കൂളുണ്ട്. ഇനി ഏറി വന്നപ്പോൾ അവിടെ ഞങ്ങൾക്കൊരു റേറ്റ് കിട്ടുക ഒരു 1.5-2 ലക്ഷം രൂപയുള്ളൂ മാക്സിമം കിട്ടുക. അപ്പോൾ 2 കോടി രൂപയാണ് ഞങ്ങൾക്ക് ഈ 6 പേർക്കും കൂടി ഇതിൽ കിട്ടാൻ പോണത്. പക്ഷേ അതിനു വേണ്ടി ഞങ്ങളിപ്പോൾ ഈ ടൗണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലം ഒരു 20 സെൻറ്റ് ഹോൾഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ അത് 5 കോടി രൂപ. ഇത്തിരി ഒരു ഡിഫറൻസ് അത് നമ്മൾ ചൂസ് ചെയ്യണതാണ്. അന്ന് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഇപ്പം നമ്മൾ അങ്ങനത്തെ സ്ഥലങ്ങൾ എന്ത് ചെയ്യൂല, മേടിച്ച് ഹോൾഡ് ചെയ്യൂല. ഇപ്പം നമുക്ക് എന്തായി, ഏത് ചൂസ് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, പെട്ടെന്ന് നമ്മൾ റൈസ് എടുക്കാതെ ട്രേഡിങ്ങിലൂടെ തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് ഡീലറായി നിന്ന് ഇത് കൈമാറ്റം ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്തിട്ടൊക്കെയാണ് ഇപ്പം നമ്മൾ ചെയ്യുക. കുറേ ആളുകൾ ഈ റിയൽ എസ്റ്റേറ്റിൽ നഷ്ടം വന്നു എന്നൊക്കെ പറയണത് അതുണ്ടല്ലോ. അത് ഇപ്പോൾ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞില്ല, അത് നമ്മൾ അറിയാതെ എടുക്കുന്ന ലാൻഡുകളായതുകൊണ്ട്. ഓരോ ലാൻഡ് എടുക്കുമ്പോഴും അതിനൊരു പർപ്പസ് നമ്മൾ കാണണം. ഒരു ലാൻഡ് നമ്മൾ കാണുമ്പോൾ നമ്മളെ മനസ്സിക്ക് ഒരു റിയൽ എസ്റ്റേറ്റിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ മനസ്സിക്ക് ഒരു പർപ്പസ് കാണണം. ആ പർപ്പസ് ഉണ്ടെങ്കിലാണ് ആ ലാൻഡ് കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, നമുക്ക് ഒറ്റയടിക്ക് പറഞ്ഞത് തരില്ല. ആ പർപ്പസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണം, നമ്മളൊരു സ്ഥലം കാണുമ്പോൾ അതിലൊരു കൺവെൻഷൻ സെൻറ്റർ അല്ലെങ്കിൽ ഓഡിറ്റോറിയം ഉണ്ടാക്കാം. അപ്പോൾ ആ ഓഡിറ്റോറിയത്തിനുള്ള റൂൾസുകൾ, റോഡ് എത്ര വേണം, അതിൻ്റെ പരിസരത്ത് എന്തൊക്കെ, ഇതിൻ്റെ അതിരുകളിൽ എന്തൊക്കെ ഉണ്ട്, അപ്പോൾ അത് നമുക്കവിടെ ഇത് കിട്ടുമോ ഇല്ലേ, അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മോള്, നമുക്ക് ഒത്തിരി എക്സ്പീരിയൻസ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ വളരെ. അപ്പോൾ അതുണ്ടെങ്കിൽ ഒരു മൾട്ടി പർപ്പസിൽ എടുത്തിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പർപ്പസ് അല്ല 2 പർപ്പസ് ചെയ്യാൻ പറ്റുന്ന ഭൂമി. ചിലപ്പോൾ ഒരു ഭൂമി ഒരു പർപ്പസും ചെയ്യാൻ പറ്റാത്തൊരു ഭൂമി നമ്മൾ എടുത്തിട്ട് ഇത് കുറേ കാലമായിട്ട് വിൽക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞ് ലാൻഡ് ചതിച്ചു, അല്ലെങ്കിൽ ഭൂമി ചതിക്കൂല എന്നൊക്കെയാണ് നമ്മൾ പഴമക്കാർ പറഞ്ഞിരുന്നത്. ഭൂമി നമ്മളെ ചതിച്ചു, അത് അവരുടെ നമ്മളെ ഒരു നോളജ് ഇല്ലായ്മ, അറിവില്ലായ്മ കൊണ്ടാണ്. നമുക്കൊക്കെ പറ്റിയതാണ്, നമ്മൾ പറ്റിയിട്ടാണ്. നമ്മളുണ്ടല്ലോ നടക്കണ കുട്ടികൾ വീണ് പഠിക്കും പറയില്ലേ, നടത്താൻ പഠിക്കുമ്പോൾ വീണിട്ടാണ്. അപ്പോൾ അതേപോലെ റിയൽ എസ്റ്റേറ്റിലും എന്ത് ചെയ്യണം, പഠിക്കണം ശരിക്കും. കൃത്യമായി പഠിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും. അല്ലാത്ത ആളുകൾക്കത് വളരെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണെന്നാണ്. പഠിച്ച് ചെയ്യുക, അത്രേ ഉള്ളൂ ഇപ്പോൾ അതിൽ പറയാനുള്ളത്. ഇതാണ് എനിക്ക് അടുത്ത ചോദിക്കാനുള്ളത്. ഒരു പഴക്കം വന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റും ഒരു മിടുക്കിയായിട്ടുള്ള ഒരു പുതിയ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് എനിക്ക് എൻ്റെ സ്ഥലം വിൽക്കണം, എനിക്ക് സ്ഥലം വിൽക്കാനായിട്ട് എൻ്റെ ഓപ്ഷൻസ് ഇതാണ്. ഇപ്പം സിറാജിനെ പോലെയുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുണ്ട്, ഇപ്പുറത്ത് എൻ്റെ അടുത്ത് വളരെ എന്നെ കൺവിൻസ് ചെയ്യുന്ന, വളരെ സ്മാർട്ടായിട്ടുള്ള, ഞാനിത് ചെയ്തു തരാമെന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായി നിൽക്കുന്ന വേറൊരു പുതിയ അറിവൊന്നുമില്ല പക്ഷെ റെഡിയാണ് ചെയ്യാൻ വേണ്ടിയുള്ള മനസ്സുള്ള ഒരാളുണ്ട്. അപ്പം ഞാൻ ഇതിൽ സിറാജിനെ എന്തിനു ചൂസ് ചെയ്യണം? എൻ്റെ സംശയം റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഫീൽഡിൽ എക്സ്പീരിയൻസിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നുള്ളതാണ്. വളരെ കൂടുതൽ പ്രാധാന്യമുണ്ട്. ഈ പുതുതായിട്ട് വന്നേ ആളുകൾക്കൊക്കെ ഈ ലാൻഡുകളുടെ ഡോക്യുമെൻസിനൊക്കെ പറ്റിയിട്ട് എനിക്കൊന്നും ഇപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ ഞാനൊരു 8ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. പക്ഷേ നമ്മൾ
അപ്പുറത്ത് ചിലപ്പോൾ ഇപ്പം അടുത്ത് ഞങ്ങളൊരു ഡീലിന് സംസാരിച്ചപ്പോൾ വക്കീലിനോട് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ അത് വക്കീലിന് ചോദിച്ചിട്ടേ പറയാൻ കഴിയണുള്ളൂ. നമ്മളിത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസാണ്. ഇപ്പോൾ പുതുതായി വന്ന ആളുകൾക്ക്, ഇപ്പോൾ നിങ്ങളും കുറേ മറ്റേ റിയൽ എസ്റ്റേറ്റിനെയൊക്കെ പറ്റി അറിയണ ആൾ, ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. നമ്മൾ ഒരു ലാൻഡ് എടുക്കുമ്പോൾ സാധാരണ ആളുകൾ എല്ലാം പറയും നമ്മൾ ഈസി എന്ന് പറഞ്ഞാൽ കുടിക്കടം, കൈവശം, ഇതൊക്കെ എല്ലാവർക്കും അറിയണ, ഇത്രയും രേഖകളില്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലീഗൽ ഹെയർ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പട്ടയം, ഇതൊക്കെ നമ്മൾ, അപ്പോൾ ഈ പട്ടയം നമുക്ക് ലാൻഡ് ട്രിബ്യൂണലിൽ നിന്നാണ് കിട്ടുക. ലാൻഡ് ബോർഡ് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ലാൻഡ് ബോർഡ് അതെന്താണെന്ന് നിങ്ങൾക്കറിയോ? ഞാൻ ചോദിക്കാൻ തിരിച്ചു. ഞാനിപ്പോൾ ഒരു സ്ഥലം എൻ്റെ പേരിൽ എഴുതി കിട്ടിയിട്ട് പോലും ഇത് എന്നാന്ന് എനിക്കറിയാമല്ലോ. ഇപ്പം മേടിച്ചു ഒരു സ്ഥലം. അപ്പോൾ അതാണ് ഇത്. നമ്മൾ പുതുതായി വരുന്ന റിയൽ എസ്റ്റേറ്റിൻ്റെ ആളുകളോട് ഇത് ചോദിക്കണം, എന്താ ഇപ്പോൾ ലാൻഡ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ലാൻഡ് ട്രിബ്യൂൺ, അപ്പോൾ അവർ പറയും ലാൻഡ് ട്രിബ്യൂണലും ലാൻഡ് ബോർഡും വ്യത്യാസമുണ്ട്. എന്താണ് ഈ ലാൻഡ് ബോർഡ്? ലാൻഡ് ബോർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പഴയ കാലത്ത് മിച്ച ഭൂമികളുണ്ടല്ലോ, നിങ്ങൾക്ക് അതിര് കടന്ന ഭൂമികളുണ്ട്, 10 15 ഏക്കർ. അപ്പോൾ ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് നമുക്ക് അറിയണമെങ്കിൽ ലാൻഡ് ബോർഡ് പോകണം. ലാൻഡ് ബോർഡിൻ്റെ ഓഫീസുകൾ വളരെ ദുർലഭമാവും ഒരു ജില്ലകളിൽ. ഇങ്ങനെ എടുത്തെടുത്ത് പോയി. ഇപ്പോൾ ലാൻഡ് ബോർഡിൻ്റെ ഒരു പ്രസക്തി ഇല്ല, കാരണം കൂടുതൽ ലാൻഡുകൾ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ലാൻഡ് ബോർഡിൽ നിന്ന് മേടിക്കേണ്ട ചില സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാവും. ഇത് പുതിയ തലമുറക്ക് ചിലപ്പോൾ എന്ത് ചെയ്യണമെന്നില്ല, അവർക്ക് കേൾക്കാൻ തന്നെ സാധ്യതയില്ല. ഇങ്ങനെ കുറേ പല സംഭവങ്ങളുണ്ട്. നമ്മൾ ഭൂമി എടുക്കുമ്പോൾ ഭൂമിയുടെ വളരെ, ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു വർഷമൊക്കെ മുന്നേ ഒറ്റപ്പാലം ഒരു ലാൻഡ് നോക്കി. ടൗണിലാണ് ലാൻഡ് ഉള്ളത്. അപ്പോൾ അവിടെ അവർ 25 ലക്ഷം രൂപ. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി നോക്കി നോക്കുമ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് ജയിലുണ്ട്. അപ്പോൾ ജയിൽ ഉണ്ടെങ്കിൽ ലാൻഡിൽ നമുക്ക് ബിൽഡിങ് വെക്കാനുള്ള സ്ക്വയർ ഫീറ്റ് കമ്മിയായി. ആണോ? റൂൾ. അപ്പോൾ ഇതിനെപ്പറ്റി നോളജ് ഇല്ലാത്ത ആളാണെങ്കിൽ ഇത് ടൗണല്ലേ, പെട്ടെന്ന് മേടിക്കാം ഈ ലാൻഡ്. ഇത് കാരണം അപ്പുറത്ത് 40 ലക്ഷം പറയണത് 25-ന് കിട്ടും. അപ്പോൾ അതിന് ഒരു ഗൾഫിൽ നിന്ന് കുറേ പൈസ ഉണ്ടാക്കി അല്ലെങ്കിൽ വേറെ രൂപത്തിൽ പൈസ ഉണ്ടാക്കി ഇയാൾ വന്നിട്ട് എന്ത് ചെയ്യും, അറിയാതെ പോയിട്ട് മേടിക്കും. അപ്പോൾ അവിടെ സ്ക്വയർ ഫീറ്റ് നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലേക്ക് പോകുമ്പോൾ, നമ്മൾ അതിൻ്റെ പെർമിറ്റിന് പോകുമ്പോൾ സാധാരണ കിട്ടുന്ന സ്ക്വയർ ഫീറ്റ് ഈ സ്ഥലത്ത് കിട്ടില്ല. അപ്പോൾ അത്ര സ്ക്വയർ ഫീറ്റ് കിട്ടാതിരുന്ന ബിസിനസ് എന്തായി, നമുക്ക് റെൻറ്റിന് കൊടുക്കേണ്ടത്. അപ്പോൾ സ്ക്വയർ ഫീറ്റ് കമ്മിയാവും. അപ്പോൾ അതിന് ഓരോന്നിനും ഓരോ റൂൾസാണ്. അപ്പോൾ ഭൂമി മേടിക്കുമ്പോൾ എപ്പോഴും ഞാൻ ഇപ്പോൾ നേരത്തെ പർപ്പസ് പറഞ്ഞ പോലെ ഇതിൻ്റെ അതിരുകളിൽ എന്തുണ്ട് നോക്കണം. എനിക്കൊരു അനുഭവമുണ്ട്. ഞങ്ങൾ 2 ലക്ഷമുള്ള ഭൂമി 10 ലക്ഷം രൂപ അധികം കൊടുത്തിട്ട് മേടിക്കേണ്ടി വന്നു. അത് സൊസൈറ്റീൻ്റെ ഭൂമിയായിരുന്നു. ഞങ്ങൾ മുന്നത്തെ ഭൂമി മേടിച്ചു. അതിൽ പെർമിറ്റിന് പോകുമ്പോൾ അന്ന് ജിയോളജിയിൽ നിന്ന് നമുക്ക് അണ്ടർഗ്രൗണ്ടിന് മണ്ണെടുക്കണമെങ്കിൽ ഈ അതിരിലുള്ള ആളെ എന്ത് ചെയ്യണം, അനുവാദം വേണം. അപ്പോൾ അനുവാദത്തിന് പോയപ്പോൾ നമ്മൾ പിന്നെ പാർട്ടി ബേസിൽ പറയല്ല, പക്ഷേ നമ്മളൊരു നോളജ്, നമുക്കുള്ളൊരു അറിവ് രൂപത്തിൽ ലോക്കൽ സെക്രട്ടറി മറ്റേ ഇവിടുന്നൊക്കെ നമുക്ക് എന്ത് ചെയ്തു, അവരൊക്കെ നമുക്ക് ലെറ്റർ തന്നു അത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അത് ഓരോ ഘടകത്തേക്ക് എത്തി നോക്കുമ്പോൾ അവരെ കമ്മിറ്റിയിൽ ഇത് ഭൂമി കൊടുക്കണോ വേണ്ടേ, ജോയിൻറ്റ് വെഞ്ചറിന് കൊടുത്താൽ ഒന്നും കൂടി കൂടുതൽ ബെനിഫിറ്റ്, അവരെ ഇടയിൽ തന്നെ തർക്കം വന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്കിത് ഒപ്പിട്ട് തരില്ല, ഈ ഭൂമി നിങ്ങൾ മേടിക്കണം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മേടിക്കാൻ തയ്യാറായി നോക്കുമ്പോൾ ഇത് ഓപ്ഷനിൽ വെക്കണം പറഞ്ഞു. ഓപ്ഷനിൽ വെച്ചപ്പോൾ കുറേ ആളുകൾ ഞങ്ങൾക്കിത് നിർബന്ധമാണ് എന്നുള്ള രൂപത്തിൽ വന്ന് റേറ്റ് കൂട്ടി വിളിച്ച് ഇത് 2 കോടി രൂപ, 2 ലക്ഷം കിട്ടാത്ത ഭൂമി കൊടുക്കാം, 1 സെൻറ്റിന് 10-15 ലക്ഷം കൊടുത്തിട്ട് മേടിക്കേണ്ട ഒരു അവസ്ഥ. അല്ലാതെ പറ്റത്തുമില്ല, നമ്മളിവിടെ മേടിച്ചു പോയി ഈ ലോക്കായി. ഇത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഒരിക്കലും ഏതെങ്കിലും പാർട്ടിക്കാരുടെ സ്ഥലമൊക്കെ ഇതിൻ്റെ അടുത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ BSNL, നമ്മളൊരു ലാൻഡിൻ്റെ അടുത്ത് BSNL ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതിലൊരു പെർമിഷന് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ BSNLൻ്റെ ലെറ്ററിന് കാത്തിരിക്കണം, NOCക്ക്. അതാണെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് ലെവൽ ഒരു സാധാരണ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ അടുത്തൊക്കെ കേട്ടില്ല, കണ്ണൂരൊരു വ്യവസായമല്ലേ, പ്രവാസി ആത്മഹത്യ ചെയ്തു, അവർക്ക് ഒരു പെർമിറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ. അപ്പോൾ ഇതൊക്കെ അവരുടെ ജീവിതകാലം മൊത്തം ഉണ്ടാക്കിയ അധ്വാനം കൊടുന്ന് ഇവിടെ നിക്ഷേപിച്ചു. പിന്നെ അത് എങ്ങോട്ടും
ഇത് എന്ത് ചെയ്യാൻ സ്റ്റില്ലാകുമ്പോൾ ഇവർക്ക് വേറെ മാർഗ്ഗമല്ല, ടെൻഷനായിട്ട് എന്ത് ചെയ്യാണ്. അപ്പോൾ അതാണ് BSNLൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെയ്തത് എന്താ വെച്ചാൽ BSNL അവിടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ആ BSNLൻ്റെ സൈഡിൽ കൂടെ ഒരു വഴി വിട്ടു. ഞങ്ങളൊരു പ്രൈവറ്റ് ഒരു കണക്ഷൻ ചെയ്ത എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വഴിയാണ്. അതിനൊരു റോഡ് പോകുന്നുണ്ട്, 2 റോഡുണ്ട്. ഒരു വഴിയാണ്ട് കണക്ഷൻ കൊടുത്തു, ഒരു ബൈപ്പാസ് പോലെ. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ വിട്ട വഴി BSNL ഒഴിവാക്കി. അപ്പോൾ അത് നമുക്ക് നോളജ് ഉള്ളത് കൊണ്ടാണ്. നോളജ് ഇല്ലാത്തവൻ ആ ഒരു 10 സെൻറ്റ് പോണത് എന്ത് ചെയ്യും, സഹിക്കാതെ അവൻ BSNLൻ്റെ അടുത്ത് പോയിട്ട് അതൊക്കെ റൈസ് ചെയ്ത് പിന്നെ ഇതിൽ പെർമിറ്റിന് പോകുമ്പോൾ എന്ത് ചെയ്യും, നടക്കൂല. ഇങ്ങനെ ബുദ്ധിമുട്ടും ഇങ്ങനെ പല ഇത് വളരെ എന്ത് ചെയ്യണമെന്ന് ഇതിലേക്ക് ഇറങ്ങി ചെന്നിട്ട് റിയൽ എസ്റ്റേറ്റിന് എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പം ഞാൻ ചോദിക്കട്ടെ, എനിക്കൊരു 10 സെൻറ്റ് വാങ്ങണം. ഓക്കെ, ഞാൻ വാങ്ങുമ്പോൾ ബേസിക്കായിട്ട് ഞാൻ എന്തൊക്കെ നോക്കണം? 10 സെൻറ്റ് മേടിക്കുമ്പോൾ നമ്മൾ എനിക്ക് വീട് വെക്കണം, എനിക്ക് 20 സെൻറ്റ് മേടിക്കണം, എനിക്ക് വീട് ഒരു കുഞ്ഞു വീട് വെക്കണം, എനിക്ക് കൊമേഴ്ഷ്യൽ പ്ലോട്ടും പണിയണം. അപ്പം എനിക്ക് 20 സെൻറ്റ് മേടിക്കണം. ഞാൻ ഏറ്റവും ബേസിക്കായിട്ട് നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബേസിക്കായിട്ട് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ക്ലിയറൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പക്ക ലീഗലി നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ചെയ്യണം. ഞങ്ങൾ ചെയ്യുന്ന മെത്തേഡുകൾ എന്താ വെച്ചാൽ ഞങ്ങൾ ലീഗലി ഒരു വക്കീലിനെ കാണിച്ചാൽ പോലും ഈ മറ്റേ ഡോക്യുമെൻ്റ് റൈറ്റേഴ്സ് ഉണ്ടല്ലോ, ആധാര എഴുത്തിന്, അവരും കൂടി ഒന്ന് കാണിക്കും. അപ്പോൾ അവർക്ക് ഒന്നും കൂടിയും ഈ പല ഡോക്യുമെൻറ്റ്സുകളും അവരുടെ കയ്യിൽ കൂടെ ഇങ്ങനെ വന്നു പോയി. അപ്പോൾ അവർ പറയുമ്പോഴാണ് നമുക്ക് ഓരോ സാധനത്തിൻ്റെ നോളജ് നമ്മൾ തന്നെ പഠിക്കൽ. ഈ റൈറ്റേഴ്സ് നമുക്ക് വക്കീലന്മാർ നമുക്ക് എഴുതി കുറിച്ച് തരുള്ളൂ ഇത്രയും ഡോക്യുമെൻറ്റ്സ്. ഇവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ നല്ല പരിചയമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ, നമ്മൾ സ്ഥിരം എഴുതുന്ന ആളുകളൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യും, പറഞ്ഞുതരും. അപ്പോൾ നമുക്ക് അടുത്തേൽക്കും അതെന്താവും. അപ്പോൾ അതാണ് നമ്മൾ നമുക്കിങ്ങനെ അറിവ് കിട്ടും. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് നമ്മൾ പ്രത്യേകിച്ച് നോക്കണം. പിന്നെ നമ്മൾ രണ്ടാമത് നമ്മൾ സ്ഥലം ഉപയോഗിക്കുമ്പോൾ, ഇപ്പോൾ ഗൾഫിലും എല്ലാ റിയൽ എസ്റ്റേറ്റിലും പറയണ പോലെ തന്നെ ഇതൊക്കെ നമ്മൾ കേൾക്കണതാണ്. അതിലേക്കുള്ള ആക്സസ്, പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ടൗണുകൾ, അതിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ മുസ്ലിംസ് ആണെങ്കിൽ പള്ളി, മദ്രസ, ഈ കുട്ടികളെയൊക്കെ മദ്രസയ്ക്കൊക്കെ വിടാനുള്ള സൗകര്യം, അമ്പലം, പള്ളി. ഇപ്പോൾ അമ്പലത്തേക്ക് ഒരു ആഴ്ചയിലോ അല്ലെങ്കിൽ ഡെയിലിയൊക്കെ പോകേണ്ട ആളുകളാണെങ്കിൽ തൊട്ടടുത്ത്, ഇതൊക്കെ ചൂസ് ചെയ്തിട്ടാണ് ആളുകൾ എന്ത് ചെയ്യണത്, പ്രോപ്പർട്ടി ഇപ്പോൾ സെലക്ട് ആക്കേണ്ടത്. പ്രത്യേകിച്ച് ആ ഭൂമിൻ്റെ ഡോക്യുമെൻ്റ് എന്ത് ചെയ്യണം, നോക്കണം. നമുക്കൊരു ആവശ്യത്തിന് നമ്മൾ ചിലപ്പോൾ ഭൂമി മേടിക്കുന്ന സമയത്ത് പല ആളുകളും അത് മേടിച്ച് അവിടെ കൊണ്ടുപോയി വെക്കും. പിന്നെ അത് നമുക്കൊരു ലോണോ, മോളെ കല്യാണമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഒരു ലോണിനോ വരുമ്പോൾ ഈ പേപ്പേഴ്സ് നോക്കുമ്പോഴാവും ബാങ്കിൽ പോകുമ്പോൾ നമുക്ക് ഒരു വലിയൊരു ചാർട്ട് തരിക. ഈ ചാർട്ട് ഇയാൾക്ക് കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല, പിന്നെ ഇതിൻ്റെ പിന്നാലെ അലയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് റിയൽ എസ്റ്റേറ്റിന് വേണ്ടിയിട്ട്. നമ്മളൊരു ആശയമാണത്, ഡിജിറ്റലി ആക്കുക. ഒരു 10 സെൻറ്റ് സ്ഥലമുള്ള ആൾ പോലും എന്ത് ചെയ്യുക, നമ്മളെ എല്ലാ സ്ഥലവും ഡിജിറ്റലി ആക്കി വെക്കുക. ഒരു കോൺസെപ്റ്റ് നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഡിജിറ്റൽ സർവേ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരു സർവേ മാത്രം ഡിജിറ്റൽ ആയതുകൊണ്ട് കാര്യമില്ല. ഒരു പ്രോപ്പർട്ടിയിൽ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം ആ ഡോക്യുമെൻറ്റ്സൊക്കെ നമ്മളിപ്പോൾ ഒരു വീട്, ആ വീട്ടിൽ നിന്ന് ഇപ്പോൾ നമ്മളെ ഫയൽ കത്തിയിട്ട് എങ്ങനെയെങ്കിലും നശിച്ചു പോയി വിചാരിക്കും. ഒരു ഡിജിറ്റലി ഒരു ഡിജി ലോക്കറൊക്കെ പോലെ ഒരു ഡിജിറ്റലി ആക്കിയിട്ട് ഒരു പ്രോപ്പർട്ടികളെല്ലാം ശരിക്കും ഒരു തുണ്ട് ഭൂമി ഉണ്ടോ, ഇയാളിത് ശരിക്കും ചെയ്തു വെക്കണം. ഒരു ഉഗ്രം പരിപാടിയാണ്. നമ്മളത് പറയുകയാണ് ആളുകളോട്. നമുക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം, നമ്മളൊരു നോളജ് നമ്മൾ പാസ് ചെയ്യാണ്. അത് ചെയ്തു വെച്ചാൽ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കിത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം. മറ്റേത് ഇന്ന് നമുക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞാലും ഈ പേപ്പേഴ്സ് എന്തായിട്ടുണ്ടാവില്ല, ഇവരുടെ കയ്യിൽ ശരിയായിട്ടുണ്ടാവില്ല. ഈ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഞാൻ ഫ്ലാറ്റ് വാങ്ങുന്ന സമയത്ത് എന്നോട് എല്ലാവരും പറഞ്ഞു, ഇപ്പോൾ ഈ ഫ്ലാറ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയണമെങ്കിൽ അതങ്ങ് ലോൺ വെച്ചാൽ മതി, ബാക്കി ബാങ്കുകാർ കണ്ടുപിടിച്ചോളൂ എന്ന്. അതെന്താ അങ്ങനെ പറയുന്നത്? ഫ്ലാറ്റിന് പ്രശ്നം അതന്നെ. ഈ പേപ്പേഴ്സിൻ്റെ കാര്യം അവർ ഇൻവെസ്റ്റ് ചെയ്യുകയാണല്ലോ, ബാങ്കാണല്ലോ പൈസ കൊടുക്കുന്നത്, അതെ, പണിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അവർ തരുന്ന ക്യാഷ്
നമ്മൾ അടച്ചിട്ടില്ലെങ്കിൽ ഇവർക്ക് ഇത് എന്ത് ചെയ്യണം, വേറെ കൊടുക്കണമല്ലോ. അപ്പോൾ ഒരു വിവരമുള്ളൊരു വ്യക്തിയാണ് ഇത് മേടിക്കാൻ വരുന്നെങ്കിൽ ഇവരിതൊക്കെ നോക്കും. അപ്പോൾ അവർ ഡെഡ് മണി ആവില്ലേ, ഈ പേപ്പേഴ്സ് ക്ലിയർ ഇല്ലാത്തൊരു പ്രോപ്പർട്ടിക്ക് ബാങ്ക് ലോൺ കൊടുത്തു വിചാരിക്കുക. അപ്പോൾ അവരെന്താവും, ലോക്കായി പോവും. അതുകൊണ്ടാണ് അവരത് കൃത്യമായി നോക്കണത്. അങ്ങനെ നോക്കാതെ കൊടുക്കണ മാനേജർമാരുണ്ട്. അത് അവരെന്തെങ്കിലും അവരുടെ സാമ്പത്തിക അങ്ങനത്തെ കുറേ മാനേജർമാരിപ്പോൾ നമ്മൾ കണ്ടില്ലേ, അവരിപ്പോൾ വേറെ വഴിക്കാണ് അവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അകത്തോട്ട് പോകേണ്ടി വരും, അഴിയണേണ്ടി വരും. അപ്പം ഇതാണ് ഇതിൻ്റെ ഇത്. നമ്മൾക്കൊരു ഭൂമി ക്ലിയർ ആണെങ്കിൽ കൃത്യമായിട്ട് നാഷണലൈസ് ബാങ്കുകളൊക്കെ ലോൺ തരുന്നൊരു ഭൂമിയാണെങ്കിൽ ഒരു 99 അതെന്താണ് ഫുള്ള് ഓക്കെ ആവാൻ സാധ്യതയുണ്ട്. ബാങ്ക് നമുക്ക് വേണ്ടി ഈ അന്വേഷണങ്ങൾ നടത്തിക്കോളും. അപ്പൊ അങ്ങനെ ഞങ്ങൾ ലോൺ വെച്ചു, റെഡി ക്യാഷിന് മേടിക്കാതെ ഞങ്ങൾ കുറച്ച് ഭാഗം ലോൺ വെക്കാൻ ബാങ്കിന് കൊടുത്തു. ബാങ്ക് വളരെ കൃത്യമായിട്ട് അന്വേഷിച്ച് പറഞ്ഞു ഓൾ ക്ലിയർ, നിങ്ങൾ വാങ്ങിക്കോളാൻ പറഞ്ഞിട്ട് ഫ്ലാറ്റ് വാങ്ങി. അതൊരു നല്ല ഐഡിയ ആണ്. ചില ബാങ്കുകൾ നമ്മളെന്ത് ചെയ്യും, അവർ ആദ്യം തന്നെ പ്രോസസ്സിംഗ് ഫീസൊക്കെ മേടിക്കൂലേ. അത് മേടിക്കണ ബാങ്ക് ഞാൻ അറിയില്ല എനിക്ക്. ലോണിന് പോകുമ്പോൾ തന്നെ നമ്മൾ അപ്രൂവൽ ആക്കുമ്പോഴത്തിന് മേടിക്കണ ബാങ്കുകളും ഉണ്ട്, മേടിക്കാത്ത ബാങ്കുകളും ഉണ്ട് അല്ലേ. അതിലോട്ട് ഞാൻ ഇറങ്ങിയില്ല, നമ്മൾ വെച്ചു എടുത്തു. അതിനെ പറ്റിയിട്ട് ബാങ്കുമായിട്ടുള്ള അല്ല, പക്ഷെ ഇത് ഇങ്ങനെ ഞാൻ കേട്ടു, ഇത് സേഫാണ്, ബാങ്ക് നമ്മുടെ പണിയെടുത്തോളൂ. ഇനിയിപ്പൊ ഒരു പ്രോപ്പർട്ടി സ്ക്വയർ പ്രോപ്പർട്ടി ആണെന്ന് മനസ്സിൽ കാണുക. ഈ സ്ക്വയർ പ്രോപ്പർട്ടി 50 സെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. 50 സെന്റുള്ള സ്ക്വയർ പ്രോപ്പർട്ടി ഫസ്റ്റ് പ്ലോട്ട്, സെക്കൻഡ് പ്ലോട്ട്, തേർഡ് പ്ലോട്ട് ആക്കുവാണെങ്കിൽ അത് എത്ര സെന്റ് തൊട്ടാണ് വരിക? ഏത് ഇവിടം തൊട്ടാ അതിനെയാക്കാം? സ്ക്വയർ പ്രോപ്പർട്ടി 50 സെന്റ്. സ്ക്വയർ നമ്മൾ മറ്റേ അത് ആദ്യം നമ്മളൊരു സ്കെച്ച് ഇട്ടിട്ട് അതിൻ്റെ വീട് വെക്കാനുള്ള, നമുക്കിപ്പോൾ ഒരു ഫ്രണ്ടേജ് ഉണ്ടല്ലോ, നമ്മൾ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഈ ഫ്ലോട്ട് തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 15 മീറ്റർ ഫ്രണ്ടേജ്, അപ്പോൾ അതിൽ 15 മീറ്റർ ഫ്രണ്ടേജ് ഇട്ടാൽ നമുക്കൊരു 2 BHK വില്ല അതിൽ കൃത്യമായിട്ട് വെക്കാം. അല്ല, അത് ചില സ്ഥലങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഫ്ലോട്ടിനനുസരിച്ചിട്ട് ഒന്ന് ഫ്രണ്ടേജ് കൂട്ടേണ്ടി വരും. ഇങ്ങനെയൊക്കെ ഘടകങ്ങൾ വെച്ചിട്ടാണ് ഇതിനെന്ത് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ലാൻഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സർവേ നടത്തും. സർവേ നടത്തിയിട്ട് അവരുടേതായ ഐഡിയക്ക് നമുക്ക് ഫ്ലോട്ട് ചെയ്തിട്ട് അതിൻ്റെ ലേ ഔട്ട് തരും. അപ്പോൾ നമ്മൾ ഓഫീസിലിരുന്നിട്ട് നമ്മളിതിങ്ങനെ അപ്പോൾ ഈ ഫ്ലോട്ട് അവർക്ക് എന്തില്ല, പ്രാക്ടിക്കലി ആളുകൾ ഉപയോഗിക്കണോ അല്ലെങ്കിൽ വീടയിൽ വെക്കേണ്ട കാര്യമൊന്നും ചിലപ്പോൾ ഇങ്ങനെ ഇപ്പം അടുത്ത് ഉള്ളൊരു അവർ ഫ്ലോട്ട് ചെയ്തപ്പോൾ ക്രോസ് ആയിട്ട് എല്ലാ ഫ്ലോട്ടും ഇങ്ങനെ ക്രോസ് ആയിട്ട്, അപ്പോൾ ക്രോസ് ആയിട്ട് ഫ്ലോട്ട് ചെയ്താൽ അതിൽ വീട് വെക്കുമ്പോൾ ആ ഒരു എന്താവും, അതിൻ്റെ തിരിഞ്ഞിരിക്കും. അപ്പോൾ അതിൽ ആ കൺസ്ട്രക്ഷന് എന്താ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. ഇത് മാത്രമല്ല സ്ഥലം ആവശ്യമില്ലാണ്ട് പോയി. അപ്പോൾ നമ്മളത് കറക്റ്റ് ആ ഫ്ലോട്ടിനെ കറക്റ്റ് ചെയ്തിട്ടുള്ള രൂപത്തിൽ എന്ത് ചെയ്യണം, അതിനെ ഡിസൈൻ ചെയ്ത് നമുക്ക് ആ ഫ്ലോട്ടിൽ എന്താണ് ആവശ്യം എന്നാണ് നോക്കേണ്ടത്. നമുക്കിപ്പോൾ 50 സെൻറ്റിൻ്റെ ഫ്ലോട്ട് നമ്മളാക്കുമ്പോൾ അത് എങ്ങനെ, അതിൽ 2 ബെഡ്റൂം ഉള്ളതാണോ 3 ബെഡ്റൂം, അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, ആ സ്ഥലത്തിനെ ആക്കി മാറ്റണം. അതാണ് എൻജിനീയറും ആർക്കിടെക്ചേഴ്സൊക്കെ അത് കൃത്യമായിട്ട് അവർ നോക്കും. അതിൻ്റെ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അവരതിനെ പറ്റി അറിവ് ഇന്നതുപോലെയാണെന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരും. നമ്മളൊരു വീട് വെക്കുമ്പോൾ നമുക്കൊരു പ്ലോട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. മുറ്റം പുറകിലോ മുന്നിലോ വെക്കാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. അപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റിൽ നിൽക്കുന്ന വീടുകൾ ഒത്തിരി വെച്ച് വിൽക്കുന്ന ഒരാളെന്നുള്ളൊരു ഇതിൽ ഞാൻ ചോദിക്കട്ടെ, ബാക്കിൽ മുറ്റം വെക്കുവാണോ നല്ലത്, ഫ്രണ്ടിൽ മുറ്റം വെക്കുവാണോ നല്ലത്? അത് നമ്മളൊരു ഉദാഹരണം സഹിതം തന്നെ പറയാം. ഇപ്പോൾ ഒരു റോഡ് സൈഡിലൊക്കെ ഉള്ളൊരു ഭൂമിയാണ് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ മുറ്റം വെച്ചു, അവിടെ നല്ല ഡെവലപ്മെൻറ്റ് വന്നാൽ നമുക്ക് ഭാവിയിൽ വേണമെങ്കിൽ ഒരു കുറച്ച് വയസ്സൊക്കെ ആകുമ്പോൾ അവിടെ തന്നെ എന്തെങ്കിലും ഒരു 2 പീഡിയ റൂം അല്ലേ ചെയ്യാം. ചില ആളുകൾക്ക് അത് ഇഷ്ടം ഉണ്ടാവില്ല, ചില ചെയ്യുന്ന ആളുകളുണ്ട്. ഞങ്ങൾ നാട്ടിൻപുറത്തൊക്കെ ഇഷ്ടംപോലെ ആളുകൾ. അപ്പോൾ അവർ ഈ മുറ്റം ബാക്കിലാക്കിയിരിക്കുകയാണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ വീട് മുന്നോട്ട് കൊണ്ടുവന്നിട്ട് ബാക്കിൽ മുറ്റം നമ്മളെ കുട്ടികളെയും കാര്യങ്ങളൊക്കെ പ്രൈവസിക്ക് വേണ്ടിയിട്ടും അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. ഇതൊക്കെ ഡിപ്പെൻഡ് ആണ്. ഇത് ഓരോ ആളുകളും ഒരു വീട് വെക്കാൻ അവൻ്റെ സ്വപ്നം വേറെയാവും, അവൻ്റെ വീടിനുള്ള സങ്കല്പങ്ങൾ വേറെയാവും. ഇപ്പോൾ ഞങ്ങൾ തന്നെ ഇതിൽ ചില ആളുകൾക്ക് നിസ്കരിക്കാനുള്ള റൂം, ചില ആളുകൾ പൂജാമുറി പോലെ പൂജക്കുള്ളത്, അങ്ങനെ പല
ക്രിസ്ത്യൻസിൻ്റെ എന്താണെന്ന് എനിക്ക് ഞങ്ങളെ അധികം ഇടപഴകാത്ത എനിക്കറിയില്ല. നമുക്ക് എവിടെയും പ്രാർത്ഥിക്കാം. ആ, അതെ. നമുക്ക് ഈശോയുടെ രൂപം വെച്ചാൽ മറ്റേ എവിടെയും നമ്മളതിന് പ്രാർത്ഥിക്കാം. പ്രത്യേക സ്ഥലമില്ല. സ്ഥലമില്ല. അപ്പോൾ അങ്ങനെയുള്ള സംഭവമുണ്ട്. അപ്പം ഇത് ഞങ്ങൾക്ക് അറിയണതാണ്. പൂജാ റൂം, അതെ, നിസ്കാര റൂം. അപ്പോൾ നിസ്കാര റൂമിൻ്റെ അതിൽ ഞങ്ങൾ ഈ അംഗശുദ്ധി വരുത്തുന്ന സ്ഥലത്തിൻ്റെ വാട്ടർ മറ്റേ സാധാ ടോയ്ലറ്റിൻ്റെ വാട്ടറുമായിട്ട് മിക്സ് ആവാതെ നോക്കുക. ഇതൊക്കെ ഇപ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നോക്കിയിട്ടും അവരെ അറിവും ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ അറിവ് ഡസൻ കണക്കിനുള്ളത് കൊണ്ട് എല്ലാവർക്കും എന്തുണ്ട്, നോളജ് ബേസിക്കലി റൈറ്റ് ആണെങ്കിലും റോങ് ആണെങ്കിലും നോളജ് ഉണ്ട് രണ്ട്. ഓക്കെ. ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ ഒരു സുഹൃത്ത് വീട് പണിതു. പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ചാൽ 2 നിലയുള്ള വീട്, പക്ഷേ താഴത്തെ പുള്ളി കൊമേഴ്ഷ്യൽ സ്പേസ് പണിതു. എന്നിട്ട് 2ാമത്തെ 3ാമത്തെ നിലയിൽ പുള്ളി വീട് പണിതു. പുള്ളി എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എടി ഞാൻ ചെയ്ത ഏറ്റവും വലിയ ബുദ്ധി ഇതാണ്, ഇപ്പം എൻ്റെ വീടിൻ്റെ EMI കൊമേഴ്ഷ്യൽ സ്പേസിൽ നിന്ന് അടഞ്ഞു പോവാണ്. ഇനി വീട് വെക്കുന്നവർ താഴെ ഒരു കൊമേഴ്ഷ്യൽ സ്പേസ് പണിതിട്ട് 2ാം നിലയിലും 3ാം നിലയിലും വീട് വെക്കുകയാണ് നല്ലതെന്ന്. ശരിയാണോ അങ്ങനെ? തീർച്ചയായിട്ടും ശരിയാണ്. ഇതിപ്പോൾ നമ്മളെ നാട്ടിലാണ് ഇതൊക്കെ ഇല്ലാത്തത്. ഈ ബാംഗ്ലൂരൊക്കെ പോയാൽ, നമ്മൾ കർണാടകയിലൊക്കെ നല്ല സിറ്റികളിലൊക്കെ പോയാൽ അവരൊക്കെ ചെയ്യുന്ന മെത്തേഡാണ് ഈ പറഞ്ഞ മെത്തേഡ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലം എടുത്ത് അതിന് അപ്പോൾ ചില ആളുകൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും താല്പര്യമില്ലാത്ത ആളുകളുണ്ട്. നമ്മളെ ഫാമിലി യുമായി ഇപ്പോൾ കൊമേഴ്ഷ്യലിന് കൊടുത്തു, അവിടെ നമ്മൾ മാത്രമല്ല, അവർക്ക് പ്രൈവസി എന്ത് ചെയ്യാണ്, നഷ്ടപ്പെടും. അപ്പോൾ കേരളീയർ എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രൈവസിയും അവരുടെ സ്ഥലത്താരും വരണ ഇഷ്ടമില്ലാത്തൊരു ആളുകളാണ്. നമ്മളിപ്പോൾ സാമ്പത്തികമായിട്ട് എക്കണോമിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും ബെസ്റ്റ് പറഞ്ഞൊരു നല്ലൊരു കോൺസെപ്റ്റാണ്. അടിയിൽ നമ്മൾ എന്ത് ചെയ്യുക, കൊമേഴ്ഷ്യൽ ചെയ്യുക, മുകളിൽ റെസിഡൻറ്റ്. ഞങ്ങളൊരു പ്രൊജക്റ്റ് അങ്ങനെ ഉണ്ട്. ഞങ്ങളിപ്പോൾ ഷൊർണൂർ ഒരു കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ 2 ഫ്ലോറ് റെസിഡൻഷ്യൽ ആക്കിയിട്ടാണ് ചെയ്യുന്നത്. റെസിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റാലിറ്റി റൂംസ്, ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഫസ്റ്റ് പറഞ്ഞ പോലെ നമ്മൾ റൂം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരു 3 സ്റ്റാർ ഫെസിലിറ്റീസിലുള്ള റൂമുകൾ റെൻ്റ് ഔട്ട് ചെയ്യുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ ആലോചിക്കാൻ കാരണം നമ്മുടെ നാട്ടിലൊക്കെ അടിഭാഗവും ഫസ്റ്റ് ഫ്ലോറും പെട്ടെന്ന് എന്ത് ചെയ്യും, പോവും, റെൻറ്റ് കിട്ടും. ബാക്കി ഇതിങ്ങനെ എന്ത് ചെയ്യും, എറണാകുളത്തെ പോലെ, എറണാകുളമൊക്കെ ഇപ്പോൾ ഇവിടെ മുകളിലാണെങ്കിലൊക്കെ എന്ത് ചെയ്യും, സ്ഥലമില്ലാത്തത് കൊണ്ട് ഇത് റെൻ്റ് ഔട്ട് ചെയ്തിട്ട് ഓഫീസ്. ഞങ്ങളുടെ നാട്ടിൽ ഒറ്റപ്പാലം, ചെറുപ്പശ്ശേരി, പട്ടാമ്പിയൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യും, പാലക്കാട് അടക്കം 2 ഫ്ലോറ് നമുക്ക് നല്ല റെൻറ്റ് കിട്ടും, 2 ഫ്ലോർ. അപ്പോൾ നമ്മൾ അതിലേക്ക് പറ്റിയ ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ അത് നമുക്ക് വിഷ്വൽ വേണം. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഇതിനെ പറ്റിയിട്ട് ഇത് ഇത്ര സ്ക്വയർ ഫീറ്റ് വന്നാൽ ഇത്ര രൂപക്ക് റെൻ്റ് ഔട്ട് ചെയ്യുക, ഇത്ര ഇതിന് ഇൻകം ഉണ്ടാക്കുക. നിങ്ങൾ പറഞ്ഞല്ലോ ഒരു പർപ്പസ് വേണം, ചെയ്യണം എന്നുള്ള ആദ്യം ഇത് വെച്ചിട്ട് വേണം നമ്മൾ കാൽക്കുലേഷനിൽ നമ്മൾ ആ ലാൻഡിന് റേറ്റ് ഇടാൻ. ഇത്രയും ഫ്ലോറിലുള്ള ലാൻഡിന് റേറ്റ് ഇടുമ്പോൾ നമുക്ക് ഇത്രയും ഇതിന്ന് റിട്ടേൺസ്, അതൊന്നും ആളുകൾ നോക്കണില്ലേ. ആളുകൾ ബിൽഡിങ് കാണും, അല്ലെങ്കിൽ ആ സ്ഥലം കാണും, അതാണ്ട് എടുക്കും. അപ്പോൾ അവിടെ തന്നെ ഏതെങ്കിലും ഹൈവേ വരാനുണ്ടോ, അതൊന്നും ഇതെന്തല്ല അവരുടെ ചിന്തയിൽ. ചിലപ്പോൾ ഹൈവേ വരുമ്പോൾ ഗുണം കിട്ടുന്ന ആളുകളുണ്ട്, ദോഷമുള്ള ആളുകളുണ്ട്. ഗുണം കിട്ടുന്ന ആളുകൾ പറഞ്ഞാൽ നല്ല പൈസ ഗവൺമെൻറ് കൊടുക്കുമ്പോൾ ഗുണമായിട്ട് മാറും. ചില സ്ഥലങ്ങൾ എന്ത് ചെയ്യും, കുറേ ആളുകൾക്ക് ദോഷമായിട്ട് മാറും. നമ്മുടെ നാട്ടിലൊരു പുരോഗമനം വരുമ്പോൾ ഹൈവേ വന്ന് കുറേ ആളുകളുടെ വീട് താഴേക്ക് പോയില്ലേ, കുറേ ആളുകൾക്ക് അതുകൊണ്ട് എന്ത് ചെയ്യും, ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ട് കിട്ടിയ ആളുകൾ. അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വാച്ച് ചെയ്ത് അതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കി, ഇതന്നെ പ്രധാന അറിവ് തന്നെയാണ് ഇത് നമുക്ക്. ഇപ്പോൾ ഞാൻ എപ്പോഴും ആളുകളോട് പറയേണ്ടത്, റിയൽ എസ്റ്റേറ്റ് നമ്മളെ നാട്ടിൽ എന്തില്ല, പ്രാക്ടിക്കലി മാത്രമേ ഉള്ളൂ. തിയറി ആയിട്ട് പഠിക്കാനുള്ള ഒരു യൂണിവേഴ്സിറ്റിയും ഇല്ല. പൂനെയിലൊക്കെ ഉണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ US ഒക്കെ എടുക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം റിയൽ എസ്റ്റേറ്റിൻ്റെ MBAക്കാണ് കൊടുക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് അതെ, അതിലാണ് നമുക്ക് എന്ത് ചെയ്യുക ഏറ്റവും കൂടുതൽ. അപ്പോൾ നമ്മൾ ഈ റിയൽ എസ്റ്റേറ്റിനെ എന്നോട് സ്റ്റാർട്ടിങ്ങിൽ ചോദിച്ചില്ലേ എന്തുകൊണ്ട് റിയൽ എസ്റ്റേറ്റ്. അപ്പോൾ അത് വളരെ ഒരു രസകരമായ ചോദ്യം. എന്താ വെച്ചാൽ നിങ്ങൾ പൈസ ഉണ്ടായി നിങ്ങളടുത്ത്, നിങ്ങൾക്കൊരു ബിസിനസ്, മൊബൈൽ കടയാണെന്ന് വിചാരിക്കില്ല, എന്തെങ്കിലും ഒരു ബിസിനസ്, നിങ്ങൾ ക്യാഷ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യണ്ടേ. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ അധികം ലാൻഡിലേക്കാണ്, അല്ലെങ്കിൽ പ്രോപ്പർട്ടി. അപ്പോൾ ഏത് വലിയ വലിയ ആളുകളെടുത്താലും
അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, റിയൽ എസ്റ്റേറ്റിൽ അവരൊരു മുദ്ര, വലിയ വലിയ മില്യനെയർ അല്ലെങ്കിൽ വലിയ വലിയ കോടീശ്വരന്മാരൊക്കെ എടുത്ത് പരിശോധിച്ചാൽ എല്ലാവരും ഇതിലൊരു അവരൊരു സിഗ്നേച്ചർ ഉണ്ടാവും റിയൽ എസ്റ്റേറ്റ്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് ആളുകൾ ഇങ്ങനെ പറയുകയാണ്, റിയൽ എസ്റ്റേറ്റ് ഒരു സാമ്പത്തികപരമായിട്ടും സോഷ്യലായിട്ടും എല്ലാം ഒരു കടപ്പാടുള്ള ഒരു ബിസിനസ്സാണ്. എനിക്ക് കുറേ ആളുകളുണ്ടല്ലോ ഭൂമാഫിയ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ ആ ഒരു നാടിനെ ഡെവലപ്പാക്കലല്ലേ, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പോലെ തന്നെ നമ്മൾ ആ നാട്ടിൽ നല്ല നല്ല ഒരു പുരോഗമനം ഉണ്ടെങ്കിലാണ് നമുക്ക് എന്തുണ്ടുള്ളൂ, അവിടുത്തെ ഗ്രോത്തും ആ നാട്ടിലുള്ള ആളുകൾക്കുള്ള അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് പുരോഗമനം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഡോക്ടർ കലാം സാറ് പറഞ്ഞൊരു എവിടെയോ ഒരു വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളൊരു നാട്ടിൽ പോയിട്ട് ആ നാട്ടിൽ പുരോഗമനം ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ അവിടെ കൺസ്ട്രക്ഷൻ നടക്കണുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ആഫ്രിക്കയൊക്കെ എടുത്ത് നമുക്ക് പല രാജ്യങ്ങളും ഞാൻ കൂടുതൽ സഞ്ചരിച്ചിട്ടൊന്നുമില്ല, നമ്മൾ ഈ വായനയിലൂടെ നമുക്ക് മനസ്സിലാവണത് നമ്മൾ ആ നാട്ടിൽ എത്രത്തോളം കൺസ്ട്രക്ഷനുകളും ബിൽഡിംഗ് വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ അത്രത്തോളം അവിടെ എന്തുണ്ടാവും, അവിടെ വികസനം വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതില്ലെങ്കിൽ എങ്ങനെ വരും? നമ്മളെ നാട്ടിലിത് നമ്മളിതിനൊക്കെ എതിരാണ്, നമ്മളെ ഭൂമികൾ സംരക്ഷിച്ചിട്ട് തന്നെ നിർത്തണം. അപ്പോൾ ഒരു കാലത്തിനനുസരിച്ചിട്ട് ഇത് എന്തു ചെയ്യും, ഇപ്പോൾ ഒരു കടലെന്നെ തൂർത്തിട്ട് സിറ്റി ഉണ്ടാക്കിയ സ്ഥലങ്ങളുണ്ട്, ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വമ്പം ഒരു പട്ടണം ഒരു രാജ്യമായി മാറിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കണ്ട് മറ്റേ ഈ ഓസ്ട്രേലിയ ഭാഗത്തേക്കൊക്കെ അവിടെയുള്ള ഒരു രാജ്യത്തിൻ്റെ എനിക്ക് പേര് പറയാൻ കിട്ടുന്നില്ല, ഞാൻ വായിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഒരു രാജ്യം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതായിട്ട് ടൗണായിട്ട് പട്ടണമായിട്ട് മാറിയ ഒരു ഇതുണ്ട്, ഒരു രാജ്യം. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമായിട്ട് തോന്നി തുടങ്ങുന്നു, കാരണം അറിവുള്ളവരോട് സംസാരിക്കുമ്പോഴാണല്ലോ. അപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റിലോട്ട് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, അതായത് ഏജന്റ് ആവാനല്ല, ഇപ്പം എനിക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് വേണം, ഇപ്പോൾ എയർബിഎൻബിയുടെയും ഒക്കെ ഒരു കാലമാണല്ലോ, അപ്പോൾ കുറച്ച് സ്ഥലങ്ങളിൽ കുറച്ച് വീടുകൾ വേണം, അപ്പോൾ അതിനെ എന്നിട്ട് പിന്നെ റെൻറ്റിന് കൊടുക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ എൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കണം? എത്ര രൂപ ഞാൻ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യണം? അങ്ങനെ പറയാൻ പറ്റുമോ? അത് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളെ അടുത്തുള്ള ഒരു അസറ്റിനനുസരിച്ചിട്ട് നമുക്ക് എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഇതിലൊക്കെ. ഇപ്പോൾ നമുക്ക് ഒരു റൂമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ കൊമേഴ്ഷ്യൽ ഉണ്ട് കാരണം ഞങ്ങളൊക്കെ ഈ ചെയ്യണ ഈ ബിൽഡർ വണ്ണിൻ്റെ അല്ലെങ്കിൽ അതേപോലെ ഞങ്ങൾക്ക് കൊമേഴ്ഷ്യൽ മദാൻ എന്നാണ് ഞങ്ങളുടെ കൊമേഴ്ഷ്യൽ ചെയ്യണ കമ്പനിയുടെ പേര് മദാൻ എന്നാണ്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ചെയ്യണ മെത്തേഡുകൾ പറഞ്ഞാൽ നമ്മളൊരു പ്രോപ്പർട്ടി സ്ഥലം വേറെ ആളടുന്ന് മേടിക്കാതെ അവരെ തന്നെ നിലനിർത്തിയിട്ട് അവരുടെ ഭൂമിയിൽ നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കും. ആ ബിൽഡിംഗ് ഉണ്ടാക്കി നമ്മൾ ബാഹികമായിട്ട് വിൽപ്പന നടത്തും, റൂമായിട്ട്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിട്ട് വലിയൊരു കെട്ടിടം ഒന്നിച്ചിട്ട് നമുക്ക് മേടിക്കാൻ പറ്റില്ല. അപ്പോൾ 200 സ്ക്വയർ ഫീറ്റ് അല്ലേ, അപ്പോൾ ആ 200 സ്ക്വയർ ഫീറ്റ് നമ്മൾ മേടിച്ച് നമ്മളെ പേരിൽ ആധാരമാക്കി നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത് അവർക്കത് റെൻറ്റിന് കൊടുക്കാം. അപ്പോൾ അതിനൊരു റെൻ്റൽ ഇൻകം ഇവർക്ക് എന്ത് ചെയ്യാം. അപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയിലാണ് നമ്മൾ റെസിഡൻഷ്യൽ റെന്റിലാകുമ്പോൾ നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. ബുദ്ധിപരമായി കൊമേഴ്ഷ്യൽ വഴി ചിന്തിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അത് 2 രൂപ. ഞാൻ ഇപ്പോൾ നേരത്തെ ഒരു ഏക്കർ സ്ഥലത്തിൻ്റെ പറഞ്ഞു, കൊമേഴ്ഷ്യൽ ആകുമ്പോൾ പെട്ടെന്ന് ഗ്രോത്ത് എന്ത് ചെയ്യും. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെറുപ്പളശ്ശേരിയിലൊരു റൂം കിട്ടണമെങ്കിൽ 75-80 ലക്ഷം രൂപ കൊടുക്കണം, 120 സ്ക്വയർ ഫീറ്റുള്ള. അപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിന് 60,000 രൂപൻ്റെയൊക്കെ മുകളിലായി. അതേ നിലയ്ക്ക് ഞങ്ങളിപ്പോൾ വല്ലപ്പുഴ ടൗണിലും ഷൊർണൂർ ടൗണിലൊക്കെ ഒരു കൊമേഴ്ഷ്യൽ സ്പേസ് കൊടുക്കുന്നത് ഒരു 25,000 രൂപക്ക് സ്ക്വയർ ഫീറ്റ്. അപ്പോൾ ഒരു 25,000 രൂപക്ക് സ്ക്വയർ ഫീറ്റ് മേടിച്ചിട്ട് ഒരു 2 വർഷം 3 വർഷമൊക്കെ കഴിയുമ്പോഴത്തേന് ഇതെന്ത് ചെയ്യും, ഈ റെൻ്റൽ ഇൻകം കിട്ടും, ഇതിൻ്റെ ഗ്രോത്തും എന്താവും മൾട്ടിപ്ലൈ ആയിട്ട് എനിക്കൊരു കാര്യം മനസ്സിലായി. ബേസിക്കലി പണി അറിയാവുന്നവൻ്റെ അടുത്ത് വന്ന് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. സ്വയം അങ്ങോട്ട് ആളായി ചെയ്യരുത്, പണി അറിയാവുന്നവരുടെ അടുത്ത് വരിക. ഇനി ഇത് റിയൽ എസ്റ്റേറ്റിൽ എൻ്റെ ഏറ്റവും വലിയ സംശയങ്ങളിലൊന്ന് ടോക്കണുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുമല്ലോ, നമ്മളൊരു സ്ഥലം കണ്ടു, ടോക്കൺ കൊടുത്തിട്ടു. എത്രത്തോളം ഈ ടോക്കൺ കൊടുത്തിട്ടാൽ ആ ബിസിനസ്സിന് ഉറപ്പുണ്ട്? അതായത് നമ്മൾ ടോക്കൺ കൊടുത്താൽ പിന്നെ നമുക്ക് തന്നെയാന്ന് ഉറപ്പാണോ? അത് ഈ ടോക്കണിൻ്റെ കാര്യം പറയുമ്പോഴേ
അതൊരു രസകരമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ടോക്കൺ ചില ആളുകൾ അതിൽ ഒന്ന് നമ്മളുടെ ക്രെഡിബിലിറ്റിയാണ്. ചില ആളുകൾ വാക്ക് മാറാത്ത ആളുകളുണ്ടാവും. അപ്പോൾ നമ്മൾ ടോക്കൺ തന്നു, എനിക്ക് ടോക്കൺ തന്നു, 1,00,000 രൂപക്ക് സ്ഥലം ഉറപ്പിച്ചു. ഈ ടോക്കത്തുമ്പോൾ തന്നെ ചിലപ്പോൾ അപ്പുറത്തത് 1,20,000-ന് മറിക്കും. അതിന് മിടുക്കന്മാരുണ്ടാവും നമ്മളെ മാർക്കറ്റിൽ. അപ്പോൾ ഈ ഒരു 20,000 രൂപ പെട്ടെന്ന് ഒരു സെൻറ്റിമ് നമുക്ക് പോകുമ്പോൾ ഉറക്കം പോകുന്ന ആളുകളുണ്ടാവും. പക്ഷേ ചില ആളുകൾ അത് നമുക്ക് അർഹതപ്പെട്ടതല്ല, നമ്മളത് വിറ്റു, ഇനി നമ്മളെന്തിനില്ല ആ വാക്ക് മാറാത്ത, ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ആളുകളുണ്ട് ഇതിലെല്ലാം. അപ്പോൾ ടോക്കൺ തരുമ്പോൾ ചില ആളുകൾ, ഇതിപ്പോൾ ടോക്കൺ മേടിച്ച ആളെ പറ്റിയിട്ടാണ്, വിറ്റ ആളെ പറ്റിയിട്ടാണ്. ഇനി കൊടുക്കുന്ന ആളുകൾ, ഇവർ ടോക്കൺ കൊടുക്കണ എന്തിനായി ഇത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇവർക്ക് ഒന്ന് ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കാനുള്ള ഒരു സമയത്തിന് വേണ്ടി ബാങ്കിൽ തന്നെ വെച്ചിട്ട് പരിശോധിപ്പിക്കാം. ഒരു 10 ദിവസമോ 15 ദിവസമോ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ ഇതൊന്ന് മെല്ലെ സ്കൂട്ടാവാന്നുള്ള രൂപമുണ്ട് ഇതിൽ. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ ചില ബയ്യേഴ്സ് ഇതിനൊന്നും സംഭവിക്കില്ല കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പെട്ടെന്ന് ഇതെന്ത് ചെയ്യണം, ടോക്കൺ തന്ന 3-4 ദിവസം കൊണ്ട് എഗ്രിമെൻറ്റ് ചെയ്യണം എന്ന് വേണം. ചില ആളുകൾ 1 മാസം തരും, അങ്ങനെ തരുന്ന ആൾ. ഇതൊക്കെ എല്ലാം ഇതിലെന്താ വെച്ചാൽ ആളുകളുടെ ഒരു ഇതുണ്ടല്ലോ. ഇപ്പോൾ ചില ആളുകളുണ്ടാവും തറവാടിയാണ് പറയും നമ്മൾ. അതെന്താ വെച്ചാൽ അവർ വാക്ക് മാറൂല. ചിലപ്പോൾ ടോക്കൺ തന്നെ വേണ്ട, വാക്ക് തന്നു, സിറാജ് എനിക്കിത് തന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഇനി അപ്പുറത്ത് നിങ്ങൾ പോയിട്ട് അത് 1 കോടിക്ക് ചോദിച്ചാലും അവരെന്ത് ചെയ്യൂല, അത് ഇന്ന ആൾക്ക് കൊടുത്തതാണ്, അത് അവരുടെ തറവാടിത്താണ്. എന്നാൽ അതിന് വേണ്ടിയിട്ട് വാക്ക് മാറുന്ന കുറേ ആളുകളുണ്ട്. അവർക്ക് ഇതൊന്നുമല്ല, അവർക്ക് പൈസ. അല്ല, അപ്പൊ ഇതിനൊരു 6 മാസം അങ്ങനെയൊന്നും ഇല്ല ലീഗലി, ഇങ്ങനൊരു സാധനം ഇല്ല, ലീഗാലിറ്റി ഇല്ല, ഒന്നും എഴുതുന്നില്ല, റൈറ്റിംഗ് ഒന്നും ഇല്ലല്ലോ ടോക്കൺ. ടോക്കൺ എന്ന് പറയുന്നതിന് ഒരു ലീഗൽ വാല്യൂ ഇല്ല. ഞങ്ങൾ അവിടെ 1000 രൂപ ടോക്കൺ കൊടുക്കും, 10,000 രൂപ കൊടുക്കും, ചിലപ്പോൾ 1,00,000 രൂപ കൊടുക്കും. പല ലെവലും ഉണ്ട്. വലിയ കച്ചവടക്കാണ് ചില ആളുകൾ 10 ലക്ഷം. അപ്പൊ ഇതിൽ എഴുത്തുകുത്തില്ല, ഇല്ലല്ല, ടോക്കൺ. അതാണ് ഞങ്ങളുടെ നാട്ടിൽ ടോക്കൺ. പിന്നെ രണ്ടാമത്തെ എഗ്രിമെന്റ് ആണ്. എഗ്രിമെന്റ് നമ്മൾ അതിൽ എത്ര മാസമാണോ എഴുതുന്നിച്ചെങ്കിൽ ഇത്ര മാസം കൊണ്ട് തീരെടുക്കുക എന്ന് പറഞ്ഞിട്ട് ആധാരം ചെയ്യാറിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു എഗ്രിമെന്റ്. അത് നമ്മൾ ലീഗലി എഗ്രിമെന്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇനി പറ്റിയില്ല എന്ന് വിചാരിക്കാം, അതായത് ഞാൻ 10 ലക്ഷം രൂപ ടോക്കൺ അഡ്വാൻസ് കൊടുത്തു, പക്ഷെ ഞാൻ 6 മാസം കൊണ്ട് എൻ്റെ പൈസ ശരിയായില്ല, അപ്പൊ എൻ്റെ 10 ലക്ഷം രൂപയ്ക്ക് എന്ത് പറ്റും? ടോക്കൺ അഡ്വാൻസ് കൊടുത്തു 10 ലക്ഷം രൂപ കൊടുത്തു. നല്ല ആളുകളാണെങ്കിൽ അത് തിരിച്ചു തരും, അല്ലാന്ന് വിചാരിക്കാം. അല്ലാത്ത ആളുകൾ പറയും എൻ്റെ ടോക്കൺ പോയി പറയും, അയ്യോ എൻ്റെ 10 ലക്ഷം പോയി. അത് എങ്ങനെ വെച്ചാൽ, നമ്മൾ ഉദാഹരണം ഷെയർ മാർക്കറ്റിലുണ്ടല്ലോ, നമ്മൾ മറ്റേ ഓപ്ഷൻ ട്രേഡിങ് നടത്തി വിചാരിക്കുക. ഓപ്ഷൻ നമ്മൾ ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ തരാമെന്ന് പറഞ്ഞിട്ടല്ലോ ഓപ്ഷൻ എടുക്കുക. ഷെയർ മാർക്കറ്റ് അല്ല, ഞാൻ പറയണത് അത് ഇതിൻ്റെ പാറ്റേൺ തന്നെയാണ്. അത് പോകും, നമ്മളെ ക്യാഷ് പോകുമല്ലോ, നമുക്ക് തിരിച്ചു കിട്ടൂല. ദയുള്ളവർ തിരിച്ചു തരും. ഇതിൽ റിയൽ എസ്റ്റേറ്റിൽ ദയുള്ള ആളുകൾ തിരിച്ചു. ഇത് ഷെയർ മാർക്കറ്റ് അങ്ങനെ ഒരു നിയമം വെച്ചത് കൊണ്ട് അവരെന്ത് ചെയ്യും, നമ്മൾ ആ പൈസ നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ ഫുള്ള് പോകുമല്ലോ. അല്ല, ആ സമയത്ത് നമ്മൾ എടുത്ത ഓപ്ഷൻ ആക്കിയിട്ട് ആ ടൈമിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും. ഇതാണ് ശരിക്കുള്ള അതിൻ്റെ ഒരു ഇതൊക്കെ ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണുള്ളത്. കൈ കിട്ടുന്നു, പൈസ കിട്ടുമെന്ന് ഉറപ്പായിട്ട് ടോക്കൺ കൊടുക്കുക. കിട്ടുക. അതെ, നമുക്ക് അത്രയും ഉറപ്പ് വേണം നമ്മൾ ചെയ്യുമ്പോൾ. ഇനിയിപ്പോൾ ടോക്കൺ എന്നല്ല, നമ്മളുടെ ഒരു ക്രെഡിബിലിറ്റി അവർ ചെക്ക് ചെയ്യൂല. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കുറേ കച്ചവടങ്ങൾ 1000 രൂപ കൊടുത്ത് പോകുന്നു വിചാരിക്കുക, അങ്ങനത്തെ കുറേ ആളുകളുണ്ട്. അപ്പോൾ പിന്നെ പറയും അതെ സിറാജ് 1000 തരുള്ളൂ, പൂർത്തിയാക്കൂല ഈ ബിസിനസ്. അപ്പം പിന്നെ നമുക്ക് വേറെ സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല, ബയ്യേഴ്സിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റൂലല്ലോ. ഒരു പ്രോപ്പർട്ടി, നിങ്ങളെ സംശയം ഒരു പ്രോപ്പർട്ടി ആദ്യമായിട്ട് ഉപയോഗിക്കാൻ മേടിക്കുന്ന ആൾക്ക് ഇതൊന്നും പ്രശ്നമല്ല. സ്ഥിരമായി ഫീൽഡിലുള്ള ആളുകൾ അങ്ങനെ ചെയ്യൂല. അവരത് ടോക്കൺ കൊടുത്ത അതിൻ്റെ വ്യക്തമായ റീസൺ ബോധ്യപ്പെടുത്തിയിട്ട് ഒഴിവാക്കാം. നിങ്ങളുടെ ഡോക്യുമെൻറ്റിൽ ഇന്ന വിഷയം ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല, ഇതാണ് വിഷയം. അല്ലാതെ അതൊന്നുമില്ലാതെ മറിയും എന്നുള്ള ഉദ്ദേശത്തിലെടുത്ത ആളുകളുണ്ടാവും. ടോക്കൺ കൊടുത്ത് അപ്പുറത്തെ ആളുണ്ട്, ഇയാൾ ആ ഗൾഫുകാരനെ നമുക്കിത് എന്ത് ചെയ്യാം, മറിക്കാം എന്ന് വിചാരിച്ചിട്ട് എടുത്ത ആളുകളുണ്ടാവും. അയാളിത് എന്തേലും ഇത് വേണം ടോക്കൺ ഇട്ടതാണെന്നുള്ളത് കൊണ്ട് അയാൾ പിന്തിരിയും. അപ്പോൾ ഈ ബിസിനസ് എന്ത് ചെയ്യും, ക്രെഡിബിലിറ്റി നശിച്ചിട്ട് അങ്ങനെ പോയ കുറേ ആളുകളുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ നമുക്ക് ഈ റിയൽ എസ്റ്റേറ്റ് കാണുന്ന ആളുകളോട് പറയാനുള്ളത്, ഈ
നമ്മൾ ഊഹക്കച്ചവടങ്ങൾ അല്ലെങ്കിൽ നമ്മളെ വിശ്വസിക്കുന്ന ആളുകൾ തന്നെ ഉണ്ടാവും. അപ്പോൾ അവരെ ഞാൻ 1 ലക്ഷം രൂപക്ക് എടുത്തിട്ട് ഞാൻ മുഖാന്തരം മാത്രം എടുക്കുള്ളൂ, എന്നിട്ട് നിങ്ങൾ എന്നെ വിശ്വസിച്ചിട്ടാണ് ഡീലർ എന്നുള്ള രൂപത്തിലെടുക്കണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എടുത്തു തരുമ്പോഴാണ് പറയണത്, ഒരു ബ്രോക്കർ സ്റ്റേജിൽ നിന്നിട്ടാണ് പറയണം. നിങ്ങളടുത്ത് തന്നെ നിങ്ങളറിയാതെ 20,000 കൂട്ടി മേടിച്ച് ഇങ്ങനെ ഞങ്ങളെ നാടൻ ഭാഷ പറഞ്ഞ തലയെക്കെട്ട് എന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ അപ്പോൾ അതൊന്നും ചെയ്യാതെ തന്നെ ശരിക്ക് സത്യസന്ധമായി റിയൽ എസ്റ്റേറ്റ് ചെയ്ത നല്ലൊരു ക്രെഡിബിലിറ്റി ഉണ്ടാക്കി, വിശ്വസ്യത ഉണ്ടാക്കിയെടുത്ത, ട്രസ്റ്റ് ഉണ്ടാക്കിയെടുത്ത നല്ല ഒരു അനുവദനീയമായ, ഞങ്ങളെ അറബിയിലൊക്കെ പറയുമ്പോൾ ഹലാലായ വരുമാനമാക്കി മാറ്റാൻ പറ്റും. അനുവദനീയമായ ഒരു വരുമാനമാണല്ലോ ഇത്. അതല്ലാതെ ആരിനെ നമ്മൾ കട്ടിട്ടും പിടിച്ചിട്ടുണ്ടാക്കണമല്ലോ. അപ്പോൾ അനുവദനീയമായ രീതിയിലൂടെ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ കുറേ ഡീലേഴ്സ് ഉണ്ട്, അവർ ഈ ബ്രോക്കറേജ് കൊടുക്കാൻ മടി. ഞാൻ ബ്രോക്കർ ഒരു സൈഡാണ് പറഞ്ഞത്, ഒരു പെർസെൻറ്റേജ് ഇല്ലേ, അതൊരു നിശ്ചിത പെർസെൻറ്റേജ് ആണോ നമ്മളൊരു വിൽക്കുക വാങ്ങുകയോ ചെയ്യുമ്പോൾ? അത് നമ്മളെ നാട്ടിൽ ഉള്ള ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ വിൽക്കുന്ന ആളുകൾ 2% കൊടുക്കും, മേടിക്കുന്ന ആളുകൾ 1%. ഇത് കഷ്ടമാണ്, മേടിക്കുന്ന ആളുടെ 1% കൂടി മേടിക്കണം, ഓൾറെഡി അവരുടെ പൈസ പോയില്ലേ. അപ്പോൾ അല്ല, അവരൊരു പുതിയ തുടക്കമല്ലേ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 1 കോടി രൂപൻ്റെ മേടിക്കുമ്പോൾ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ആനനെ മേടിക്കണു, അതിൻ്റെ കൂടെ ഒരു തോട്ടിന് മേടിക്കുക എന്ന് പറഞ്ഞ പോലെ ഇതൊരു പാവപ്പെട്ടത് കൊണ്ട് ഉപജീവനം നടത്തുകയല്ലേ. അപ്പോൾ അവർക്കൊരു 1% കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യൂല, വലിയൊരു നഷ്ടമല്ല അത്. ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിളും കൂടിയും പറയാം. അപ്പോൾ നമ്മളൊരു 1 കോടി രൂപൻ്റെ മേടിക്കുമ്പോൾ അതിലൊരു 1% കൊടുക്കുമ്പോൾ നമ്മൾ ഈ ചിലവിൻ്റെ കൂട്ടത്തിൽ ആധാരം, രജിസ്ട്രേഷനുള്ള ഡോക്യുമെൻറ്റേഷനുള്ള എമൗണ്ടൊക്കെ പാടെ ചിലപ്പോൾ ഒരു 1.5 ഇല്ലെങ്കിൽ 1.10 നമുക്ക് എന്ത് ചെയ്യും, ഇതിന് മൊത്തം കോസ്റ്റ് വരും. അപ്പോൾ അത് അവർക്ക് കൊടുക്കണം. പക്ഷെ അതും അല്ലാതെ ആളുകൾ എന്തുണ്ട്, അതാണ് ഞാൻ ഇപ്പം പറഞ്ഞത്, ഈ ആളുകൾ അറിയാതെ അവരെ പറ്റിച്ചിട്ട് അതിൻ്റെ കേൾക്കണുള്ളൂ, മറ്റേ ആൾ അറിയണില്ല. അപ്പം അങ്ങനെ അത് ചെയ്യരുത്. പിന്നെ വിൽക്കുന്ന ആളുകൾ 2% അതും മേടിക്കുക. പക്ഷെ ഗൾഫിലൊക്കെ 5%ആണെന്നാണ് എനിക്കുള്ള അറിവ് കേട്ടോ. എനിക്ക് അറിയില്ല, ഞാൻ പ്രത്യേകിച്ച് കേൾക്കുന്ന ഗൾഫിലൊക്കെ നമ്മൾ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റുമാർക്ക് 5% ആയിട്ടുണ്ട്. അപ്പോൾ ഈ 2% വിൽക്കുന്ന ആളുകൾ തന്നെ കൊടുക്കാൻ മടിയുള്ള കുറേ ഡീൽ, അതപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്. പക്ഷെ അത് കൊടുക്കണം എന്നുണ്ടല്ലോ, ഉണ്ട്. പക്ഷെ അത് കൊടുക്കാതെ പറ്റിക്കണ, അല്ലെങ്കിൽ ഇന്ന ആളെ വിട്ടിട്ടൊക്കെ നടന്നിട്ടുണ്ടാകുക. അപ്പോൾ അയാൾ അപ്പോൾ അതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ ബ്രോക്കർ. അങ്ങനെ അവരെ പറ്റിക്കണ കുറേ ഡീലേഴ്സ് ഉണ്ട്, അവർക്ക് എതിരാണ് ഞാൻ. ശരിക്കും അവർക്ക് അർഹതപ്പെട്ടത് എന്ത് ചെയ്യണം, അവർക്ക് കൊടുക്കണം. ബ്രോക്കേഴ്സ് എന്ത് ചെയ്യണം, അവർക്ക് അർഹതപ്പെടാത്തത് മേടിക്കും ചെയ്യരുത് എന്നുള്ളതാണ് നമ്മളൊരു എത്തിക്കലി ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു വളരാൻ പറ്റുമോ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. അതെ അങ്ങനെയാണ് നമുക്കത് എനിക്ക് ബോധ്യമാവണം. നമ്മളിങ്ങനെ ഒരു ബുക്കിൽ വായിച്ചിട്ടുണ്ട്, നമ്മളിപ്പോൾ ഹോട്ടലിൽ കയറിയാൽ നമ്മളിപ്പോൾ ഒരു 2000 രൂപേൻ്റെ ഫുഡ് കഴിക്കുമ്പോൾ നമുക്കത് ചിലവാണല്ലേ. ഇങ്ങോട്ടും നമ്മൾ അവിടെ എന്ത് ചെയ്യും, ടിപ്സ് കൊടുക്കാൻ മടി കാണിക്കൂല, ഇല്ല കൊടുക്കും അല്ലേ. നമുക്ക് ചിലവാണല്ലോ. പക്ഷേ ഇതൊരു നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം ഉണ്ടാക്കി തരുന്ന ഒരാളെ, നമുക്ക് ലാഭം ഉണ്ടാക്കി തരുന്ന ഒരാളെ നമ്മൾ എന്തിനു കൊടുക്കാൻ മടിക്കണം? അപ്പല്ലേ അവനക്ക് നമ്മളോടൊരു കടപ്പാടുണ്ടാവുള്ളൂ. നല്ലൊരു ചോദ്യമാണ്. അല്ല, അവനക്ക് കടപ്പാട് വേണം നമ്മളോട്. അപ്പോഴാണ് നല്ലൊരു പ്രോപ്പർട്ടി വന്ന പിന്നെ സിറാജ എന്നോടത്തെ ഒരു സ്ഥലം ഇന്നെ ചേച്ചി വിൽക്കാട്ടില്ലെങ്കിൽ ഇന്നെ അച്ചായം വിൽക്കാട്ടിട്ടുണ്ട്, വേണമെങ്കിൽ വന്നോ നോക്കി, ഇത് പറയണമെങ്കിൽ അവർക്ക് നമ്മളോട് എന്ത് വേണം, അടുപ്പം വേണം, കടപ്പാട് വേണം. അങ്ങനെയുള്ള ആളുകൾ ഇതൊന്നും ചെയ്യൂല കേട്ടോ, ഈ തലയെക്കെട്ടോ. അവർ കറക്റ്റായിട്ടുള്ള സാദാ സീതുള്ള ഞങ്ങളെ ഭാഷയെ പറഞ്ഞുള്ള കച്ചവടം അവർ ചെയ്ത് ആ അർഹതപ്പെട്ടത് മാത്രം മേടിച്ചു പോകും. ഒരു പ്രശ്നത്തിനോ കാര്യത്തിനോ ഒന്നും നിൽക്കൂല. ഇനി റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരുപാട് പണം കായ്ക്കുന്ന ഒരു മരമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനമല്ല, ഇടയിൽ ഡീൽ ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വിൽക്കുന്നു, വാങ്ങുന്നു. ഒരു ബ്രോക്കറെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ ഒരു ബ്രോക്കർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, ഇവിടെ സ്കൂളൊന്നും ഇല്ല ഇത് പഠിപ്പിക്കാൻ, എങ്ങനെയാണ് ഇത് പഠിക്കുക? ഇത് ഞാൻ കുറേ കാലമായിട്ടേ ഞങ്ങളിങ്ങനെ ആഗ്രഹിക്കണൊരു, ഞാനതിന് കുറേ പരസ്യം ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഞങ്ങളെ പാലക്കാട് ജില്ല, ഞങ്ങളിപ്പോൾ സത്യത്തിൽ ഞങ്ങളെ കമ്പനി ഇപ്പോൾ ഈ പാലക്കാട് ജില്ലനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം, ഞങ്ങളെല്ലാ പഞ്ചായത്തിലും ഈ യുവാക്കളെ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, ഞാൻ എൻ്റെ ഫേസ്ബുക്കൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അറിയാം, ഞാൻ കുറേ പരസ്യം ഇട്ടിട്ടുണ്ട്. പക്ഷെ ആരും വരുന്നില്ല ഇത് പഠിക്കാൻ. അവർക്കൊരു ഇതൊരു ബാഡ്
ബ്രോക്കർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ബാഡ് മോശം ഒരു ഒരു നിലയും വിലയില്ലാത്ത ഇല്ല എന്നുള്ള. അപ്പോൾ കല്യാണമൊക്കെ കഴിക്കാനുള്ള ആൾക്ക് എന്താ തൊഴിൽ ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഷെയർ മാർക്കറ്റിലൊക്കെ ബ്രോക്കേഴ്സ് ആണല്ലോ ഒക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ആ പേര് അവർ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഡീലർ എന്ന് പറഞ്ഞിട്ടെങ്കിലും ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഓരോ പഞ്ചായത്തു നിന്നും ആളുകളെ ഞങ്ങളെ കമ്പനിക്ക് സെലക്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങളൊരു ചാനൽ പാർട്ട്ണറായിട്ട്. അത് ഞങ്ങളൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റാണ്. നമുക്ക് അറിയണ കാര്യമില്ല എനിക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. എനിക്ക് നോളജ് ഉള്ള വിഷയം ഞാനൊരാൾക്ക് പഠിപ്പിക്കുമ്പോൾ അവരൊരു കുടുംബം രക്ഷപ്പെട്ടാൽ അതിൻ്റെ ഒരു നന്ദി നമുക്കുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ഒരു സന്തോഷം. നമുക്കൊരു ജോലി ഇല്ലാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ജോലിയോട് കൂടെ അധിക വരുമാനമുള്ള ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർ, ജീവിതത്തിൽ മെച്ചപ്പെടാൻ താല്പര്യമുള്ളവർ, അവർക്കൊക്കെ നമ്മളുമായിട്ട് എന്ത് ചെയ്യുക, കോണ്ടാക്ട് ചെയ്തിട്ട്. ഞാനിപ്പോൾ പറയണത് പാലക്കാട് ജില്ലയിലാണ്. ഇപ്പോൾ നമുക്ക് നിലവിൽ അതിനുള്ള സൗകര്യം ഞങ്ങളുടെ പ്രൊജക്റ്റുകൾ പഠിക്കുക, ഞങ്ങളെ കൂടെ നിന്നിട്ട് എങ്ങനെയൊക്കെ റിയൽ എസ്റ്റേറ്റ് ഒരു A to Z ഞങ്ങൾ റിയൽ എസ്റ്റേറ്റിൻ്റെ എല്ലാ ഭാഗവും ചെയ്യുന്ന ആളുകളാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ റിയൽ എസ്റ്റേറ്റിൻ്റെ ഫസ്റ്റ് തുടക്കം തന്നെ സ്ഥലം ലീസിനെടുത്തിട്ടാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥലം ഒരു അണ്ടർഗ്രൗണ്ടായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം ഞാൻ ഫസ്റ്റ് ലീസിനെടുത്തിട്ട് നമ്മൾ അതിങ്ങനെ പാർട്ടാക്കിയിട്ട് മേൽവാടൊക്കെ സബ് ലീസിന് കൊടുത്തിട്ട് എനിക്ക് ഇൻകം കിട്ടിയത് കൊണ്ടാണ് എനിക്ക് റിയൽ എസ്റ്റേറ്റിൽ നിൽക്കാൻ പറ്റിയത്. അപ്പോൾ ആ ഇൻകം എനിക്ക് വന്നതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, എനിക്ക് ബാക്കിയുള്ള റിയൽ എസ്റ്റേറ്റിൽ ഇങ്ങനെ ചെയ്ത് ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ. അപ്പോൾ എൻ്റെ ദൈനംദിന ചിലവിനുള്ള ഒരു ഇൻകം എനിക്കിതിന്ന് കിട്ടി. നമ്മളൊരു സ്ഥലം ലീസിനെടുക്കണു, എനിക്കതിൽ വലിയ റോളൊന്നുമില്ല, ഞാനത് ശരിയാക്കിയിട്ട് ബാക്കിയുള്ള കുറേ ആളുകൾക്ക് വാടക കൊടുക്കണം. എനിക്ക് സ്വന്തം വാടക കൊടുക്കണം, എനിക്ക് സ്വന്തം പോപ്പട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ സ്ഥലം നമ്മളെടുത്ത് നമ്മളതൊരു വാല്യൂ എഡിഷൻ നടത്തി വേറെ ആളുകൾക്ക് കൊടുത്ത് അതിന്നൊരു ഇൻകം ഉണ്ടാക്കി നമ്മളെന്ത് ചെയ്യുക, നമുക്ക് ഈ ഫീൽഡിൽ ചെയ്യാം. അതേപോലെ നമ്മൾ ഈ ഹോസ്പിറ്റാലിറ്റിൻ്റെ ഞങ്ങൾ റൂംസിൻ്റെ കാര്യം ഓരോ ടൗണിലുള്ള നമുക്ക് അതിനെപ്പറ്റി നോളജ് ഉണ്ട്, അത് അവരെ പഠിപ്പിച്ച് അതിന് ഏറ്റെടുക്കാൻ പറ്റുന്ന നല്ല ടാലൻറ്റഡ് ആയ ഡെഡിക്കേറ്റഡ് ആയ ആളുകളെ കിട്ടണം. അല്ലാതെ അലസന്മാരെയും ഇതിനോട് താല്പര്യമില്ലാതെ നിർബന്ധിച്ചിട്ട് നമ്മൾ ഇതിൽ ഫീൽഡ് കൂടുന്നില്ല. അതെ, അവർക്കും കൂടി താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ 100% ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ പേരിൽ നമുക്കത് ചെയ്യാൻ പറ്റും. എന്തായാലും എൻ്റെ ഒരുപാട് സംശയങ്ങൾക്കാണ് താങ്കൾ ഉത്തരം തന്നത്. പിന്നെ അതുപോലെ റിയൽ എസ്റ്റേറ്റ് കൂടുതൽ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു ഫീൽഡാണ്. ഇതോടുകൂടി നമുക്ക് ഇതുമ്പോൾ നിർത്തണ്ട, നമുക്ക് കുറച്ച് കഴിയുമ്പോഴൊക്കെ ഒന്നും കൂടിയും ഒരു റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഇതേപോലെ ഒരു പ്രോഗ്രാം വീണ്ടും നമുക്കൊരു ചർച്ചയിലേക്ക് കിടക്കാം. ഞാൻ കുറച്ചുകൂടെ പഠിച്ചിട്ട് ചർച്ചയിലേക്ക് വരാം. അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ട് വിശദമായിട്ട് എന്ത് ചെയ്യാം, സംസാരിക്കാം. അപ്പോഴത്തേക്ക് നിങ്ങളുടെ 100 വീട് പ്രോജക്റ്റ് കഴിഞ്ഞ് നമ്മൾ അടുത്തതിലോട്ട് എത്തിയിട്ടുണ്ടാവും, നിങ്ങളുടെ കോഴ്സൊക്കെ ചിലപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ സിറാജ്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഓക്കെ.